leave you nor forsake you. So are you ready to worship that King of Kings, the Lord of Lords, the one who is worthy of all glory and praise? Hallelujah! എല്ലാവരും കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആ കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ. ഓ എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ഓ തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി നായകനായുള്ള ദീന ജയം ജയം നിശ്ചയം. ഓ നായകനായുള്ള ദീന ജയം 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 ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഓ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ഓ യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്. ഓ പെരുവെള്ളത്തിൽ ഇരച്ചിൻ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഓ പെരുവെള്ളത്തിൽ ഇരച്ചിൻ പോലെ സ്തുതിച്ചിടുക. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ ആമേൻ. And Christ is enough for me. Christ is enough for me. And everything I need is in you. And everything I need I have decided to follow Jesus. No turning back, no turning back. I have decided to follow Jesus. No turning back, no turning back. I have decided to follow Jesus. No turning back, no turning back. I have decided to follow Jesus. No turning back, no turning back. ഹല്ലേലൂയ. എത്ര പേര് പറയും യേശു മാത്രം മതി എനിക്ക്. La 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 la. Oh la 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 la. Yeshua, 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 Yeshua. രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ. രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ. യേശുവേ 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 യേശുവേ. സന്തോഷം തന്നോനെ ആനന്ദം തന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. സന്തോഷം
തന്നോനെ ആനന്ദം തന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. യേശുവേ യേശുവേ Oh Jesus. യേശുവേ യേശുവേ ആത്മാവേ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. യേശുവേ 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 Ribare ricanarandore beshandore kerere bekara. Oh rimanare shandare rimanare യേശുവേ 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 രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ. രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ. യേശുവേ 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 la 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 la. Oh oh la 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 la. യേശുവേ 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 പുതിയ പാട്ട് പാടി പാടി യേശുവേ പാട്ടു. പുതിയ പാട്ട് പാടി പാടി രാജാവേ പാട്ടു. പുതിയ പാട്ട് പാടി പാടി യേശുവേ പാട്ടു. പുതിയ പാട്ട് പാടി പാടി രാജാവേ പാട്ടു. La 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 la. Oh la 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 la. La 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 la. Jesus, you're the Savior of my soul, and forever and ever I sing and praises to you. Jesus, you're the Savior of my soul, and forever and ever I sing and praises to you. Oh यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ. രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ. യേശുവേ 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 യേശുവേ. Hallelujah. Hallelujah. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കാലാകാലങ്ങളിൽ വ്യത്യസ്ത അനുഭവങ്ങളിൽ വ്യത്യസ്ത കുടുംബത്തിൽ വ്യത്യസ്ത സ്വഭാവമുള്ളവരായ നമ്മെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് തൻ്റെ ആത്മാവിനാൽ നിറച്ച് കൽഹൃദയം മാറ്റി മാംസഹൃദയം തന്ന് ഒരേ കുടുംബത്തിൻ്റെ അംഗമാക്കിയതോർത്ത് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാം. കർത്താവ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ കൂടുന്നുവെങ്കിലും ഒരേ ഒരു സഭയാണ്. വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നമ്മളായിരിക്കുമ്പോഴും നമ്മുടെ കർത്താവ് ഒന്ന് യേശുവാണ്. സ്വർഗവിരുന്ന സഭയുടെ കർത്താവ് യേശുവാണ്. ഹല്ലേലൂയ. കർത്തൃത്വം യേശുവിൻ്റെ കയ്യിലാണ്. ഇന്ന് ലോകമെമ്പാടും പലരും ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയവിരുന്ന ഉണർവിൻ്റെ മധ്യത്തിലാണ് നിൽക്കുന്നത്. ഇതുവരെയും നടന്നിട്ടില്ലാത്ത ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത ഉണർവ് ഹെവൻലി ഫീസ് സ്വർഗീയവിരുന്നൻ്റെ കർത്താവ് അതിലൂടെ ചെയ്യുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കോട്ടയം പട്ടണത്തിൽ തളർന്നവനായ എന്നെ യേശു സൗഖ്യമാക്കിയ ശേഷം സാമ്പത്തികമായി ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. തളർന്ന സമയത്ത് ബിസിനസ് എല്ലാം പരാജയപ്പെട്ടു.
എന്നാൽ അതിൻ്റെ മധ്യത്തിലാണ് യേശുവിനെ കണ്ടെത്തിയത്. എൻ്റെ പരാജയങ്ങളും എൻ്റെ ഇല്ലായ്മയും മറന്ന് ക്രിസ്തുയേശുവിലെ സമ്പന്നത മനസ്സിലാക്കിയപ്പോൾ, തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി: അവനെ നോക്കുന്നവർ അവരുടെ അവസ്ഥകൾ മാറും. എത്ര സങ്കീർണമായ വിഷയമാണോ, യേശു എന്ന ഉറവിടത്തിൽ നിന്നും സകലത്തിൻ്റെയും നന്മ, അവിടെ നന്മ മാത്രം ചെയ്തവനാണ്. ദൈവവചനം വായിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവൻ ആരെങ്കിലും കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ നന്മയും ഉയർച്ചയും സമാധാനവും സമൃദ്ധിയും ഇതെല്ലാത്തിൻ്റെ നിറവാന്ന് ഹല്ലേലൂയ ഈ പട്ടണത്തിൽ നിന്ന് പ്രസ്താവിക്കാൻ തുടങ്ങിയപ്പോൾ പലർക്കും ചോദ്യങ്ങളായിരുന്നു. ചിലർ ഹെവൻലി ഫീസിൻ്റെ ആദ്യ കാലങ്ങളിൽ ഇത് എന്നാ പറയണ്ടേ, സേവയാന്നും ഇത് കൾട്ടാന്നും ഇത് ഇതാന്നും അതാന്നും പറഞ്ഞ് നടന്നപ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് നമ്മളെ നിലനിർത്തി. അനേക ഒലച്ചലുകളും അനേക എതിർപ്പുകളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ കരം എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് കോട്ടയത്ത് എല്ലാവർക്കും ഒന്നിച്ചു കൂടാൻ പറ്റാത്തത് കൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ മറന്നു പോകരുത്, ഇതൊരൊറ്റ സഭയാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഇസവുമില്ല. നമ്മൾ ഒറ്റ കർത്താവിൽ വിശ്വസിച്ച് ആ യേശുവിൻ്റെ നാമത്തെ ഒന്നുകൂടെ ഉയർത്തിക്കുക. കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് നന്ദി പറഞ്ഞ കർത്താവെ നന്ദി, കർത്താവെ നന്ദി, കർത്താവെ നന്ദി. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അങ്ങയുടെ കാരണമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി കർത്താവെ. ഹല്ലേലൂയ. സോ ആ കഴിഞ്ഞ നാളുകളിൽ എങ്ങനെയാണോ ജയോത്സവമായി കർത്താവ് നമ്മളെ നടത്തിയത്, കഴിഞ്ഞ നാളുകളിൽ ഏത് തീക്ഷ്ണതയോടെയാണോ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ പ്രസ്താവിച്ചത്, അതിൽ നിന്നും 1% പോലും കുറയാതെ വരും നാളുകളിൽ ഇനിയും ശക്തമായി കർത്താവിനെ പ്രസ്താവിക്കുവാൻ വിളിച്ചവൻ വിശ്വസ്തനാണ്. നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവരെ മാത്രം ഭയപ്പെട്ടാൽ മതി. ആരംഭിച്ചവൻ അന്ത്യത്തോളം നടത്താനും വിശ്വസ്തന. നോക്കുന്നവർ, അവനിൽ ആശ്രയിക്കുന്നവർ പ്രകാശിതരാകും. അവരുടെ അവസ്ഥകൾ മാറും. അവരുടെ അവസ്ഥകൾ മാറിയേ തീരൂ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന, നിങ്ങളോട് പങ്കിടാൻ പോകുന്ന ദൈവവചനം, ഇന്നലെ വീട്ടിൽ അച്ചുമോൻ ബ്രദർ വന്നിരുന്നു. തിരുവഞ്ചൂരിലെ റബ്ബർ ബാൻഡ് ഫാക്ടറി നടത്തുന്ന അച്ചുമോൻ ബ്രദർ. അച്ചുമോൻ ബ്രദർ ഒരു പുതിയൊരു ഇനോവ വാങ്ങിച്ച് ഗേറ്റിലൂടെ അകത്തേക്ക് കയറി വരുമ്പോൾ ഞാൻ ഓഫീസിലിരിക്കുകയായിരുന്നു. ഇന്ന് ലൈവാണ്, എല്ലായിടത്തും ഒന്നിച്ച് ദൈവവചനത്തിൽ നിന്നും പങ്കെടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ശനിയാഴ്ചകളിൽ സാധാരണഗതിയിൽ ഞാൻ വെളിയിൽ പോകാറില്ല. അന്നത്തെ ശനിയാഴ്ച ദിവസം മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിലാണ്. ഞായറാഴ്ച കർത്താവിനെ നോക്കാൻ, കർത്താവിൽ നിന്നും പ്രാപിക്കാനാണ് എല്ലാവരും വരുന്നത്. ഞായറാഴ്ച രാവിലെ കുടഞ്ഞെഴുന്നേറ്റ് സഭായോഗത്തിൽ വരുന്ന ഒരു പരിപാടി എനിക്കില്ല. തലേദിവസം മുതലേ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ അങ്ങയുടെ ആടുകളാണ്, അങ്ങ് രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണ്, അവർക്ക് വേണ്ടിയ വചനം നൽകണം. അങ്ങനെ വൈകുന്നേരമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് അച്ചോൻ ബ്രദർ കയറി വരുന്നത്. തനിങ്ങനെ കയറി വന്ന സമയത്ത് പെട്ടെന്ന് 14 വർഷം പുറയിൽ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പോലെ KPS മേനോൻ ഓഡിറ്റോറിയത്തിൽ 14 വർഷം കഴിഞ്ഞു. 14 2001 നമ്മൾ നാട്ടുകത്തി പോയെ. 2014 15 വർഷം മുമ്പേ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം എല്ലാവരും പോയി ഒരു കസേരയിൽ, നേരെയല്ല തിരിഞ്ഞ് കസേരയുടെ പുറച്ചാരിൽ താടിക്കും കൈ കൊടുത്ത് എങ്ങോട്ടാ പോകേണ്ടി, എല്ലാവരും അവരുടെ വീടുകളിൽ പോയി. എങ്ങോട്ടാ പോകേണ്ടിയത്? വലിയ ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളായി ഒരേ ഒരാൾ ഓഡിറ്റോറിയത്തിൽ. ഞങ്ങൾ സ്റ്റേജിൽ നമ്മുടെ സഹോദരന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരേ ഒരാൾ താടിക്ക് കൈ കൊടുത്തിരിക്കുക. ഞാൻ സ്റ്റേജിൽ നിന്ന് താഴെ വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൻ്റെ എല്ലാ മാർഗങ്ങൾ അടഞ്ഞു, ഇനി മുന്നോട്ടൊരു ചുവട് പോലുമില്ല, എങ്ങോട്ടാ പോകേണ്ടിയെന്ന് പോലും അറിയത്തില്ല. ആ ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിൽ എനിക്ക് കൊടുക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ,
എൻ്റെ യേശുവിന് ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു, അച്ചോൻ ബ്രദറെ, എന്നെ തളർന്നതിൽ നിന്നും എഴുന്നേൽപ്പിച്ചവനാണ്. ഈ പട്ടണത്തിൽ തകർന്ന്, ഈ പട്ടണത്തിൽ മായിച്ചു പോകേണ്ടിയ ഞാനും എൻ്റെ കുടുംബവും ഈ ലോകത്തിന് തന്നെ മാറ്റപ്പെടേണ്ടിയ സ്ഥാനത്ത് ഏത് പട്ടണമാണോ നിന്ദിച്ചത്, ഏത് പട്ടണത്തിലായിരുന്നോ വലിയ ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിൽ ഞാൻ നിന്നത്, അതേ പട്ടണത്തിൻ്റെ മധ്യത്തിൽ ഇന്ന് നിലനിർത്തിയവനായ കർത്താവ്, അവനെ നോക്കുന്നവർ പ്രകാശിതരാകും, ലജ്ജിപ്പാൻ അവൻ സമ്മതിക്കത്തില്ല. അന്ന് തനിക്കൊരു വിജയ് സൂപ്പർ എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. ആ സ്കൂട്ടറിൽ കോട്ടയം വരെ വരാൻ മേല. മണർകാട് അയലോക്കംകാരെ കാണിക്കാൻ മണർകാട് കവലെ കൊണ്ട് ആ വണ്ടി വെച്ചിട്ട് ബസ്സിലാണ് വരുന്നത്. 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. പിറ്റേ ആഴ്ച വന്ന് പറയുന്നത്, തങ്കുബ്രറെ, ഒരാൾ ഒരു റബ്ബർ ബാൻഡ് ഫാക്ടറി തുടങ്ങണം, ഒരു 25,000 രൂപ മൂലധനം, ഒന്ന് പ്രാർത്ഥിക്കണം, അതും കടം. അവിടുന്ന് ആരംഭിച്ച് 15 വർഷം മുമ്പേ ആരംഭിച്ച ആ കഥ ഇന്ന് താൻ ആ ഇന്നോവയിൽ വണ്ടിയെ കയറി വരുമ്പം എൻ്റെ ഉള്ളിൽ ഒരു കാര്യം കർത്താവ് സൂചിപ്പിച്ചു: എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ ഞാൻ സമ്പന്നനാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന, കോട്ടയത്ത് നിന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ഈ വേദപുസ്തകം എടുത്തിട്ട് ലജ്ജിച്ചു പോയ ചരിത്രമില്ല. ഈ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ ഉണ്ട്. തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ ബാബു ബ്രദറും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ വന്ന് എൻ്റെ ഓഫീസിൽ എൻ്റെ മുമ്പിൽ കയറിയിരുന്ന് ഒരു സെക്കൻഡ് പോലും വായടയ്ക്കാതെ ഞാൻ പറഞ്ഞു, അച്ചവൻ ബ്രദറെ, കയറി വന്നപ്പം KPS മേനോൻ ഓഡിറ്റോറിയത്തിലാണ് ഞാൻ പോയത്. താൻ അവിടെ മുതൽ ചരിത്രം പറഞ്ഞു. ഇന്നും ആ കുടുംബം ചെയ്യുന്നൊരു കാര്യം, എവിടെ കയറി ചെന്നാലും താൻ പറഞ്ഞു, ഞാൻ അഭിമാനത്തോടെ പറയും, എൻ്റെ കർത്താവ് യേശുവാണ്. ഞാൻ സ്വർഗീയ വിരുന്ന സഭയിലാണ് പോകുന്നത്. എവിടെയും അഭിമാനത്തോടെ സാക്ഷ്യം പറയും. ഞാൻ പറയാം, അത്ഭുതത്തിൻ്റെ ഒരു മാലപ്പടക്കമാണ്. പിന്നെ 1 മണിക്കൂർ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ അനുഭവങ്ങൾ താൻ കർത്താവിൽ നിന്നും പ്രാപിച്ചു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, കർത്താവ് തന്നെ കൊണ്ടുവന്നത് ഇന്ന് പകലത്തെ മെസ്സേജിന് വേണ്ടിയായിരുന്നു. അവനെ നോക്കുന്നവർ ആരും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, എൻ്റെ യേശുവിനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചിട്ടുണ്ടോ? ലജ്ജ കൂടാതെ മനുഷ്യൻ്റെ മുമ്പിൽ സാക്ഷീകരിച്ചിട്ടുണ്ടോ? അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഇതൊരു മതമല്ല, ഇതൊരു സംഘടനയല്ല, ഇത് ദൈവത്തിൻ്റെ സ്വന്തം കുടുംബമാണ്. ആ കരങ്ങളെ ഉയർത്തി നന്ദി പറഞ്ഞ കർത്താവിനോട് പറഞ്ഞ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ, നന്ദി യേശുവേ, നന്ദി. കാര്യം പറഞ്ഞ ശേഷം ഞാൻ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. താൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ വേറെ ഒരു സഭയിൽ പോകുന്നവർ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ എങ്ങനെയാ ദശാംശം കൊടുക്കാൻ നിർബന്ധിക്കാറുണ്ടോ? ദശാംശം കൊടുക്കാറുണ്ടോ നിങ്ങൾ? അച്ചോൻ ബ്രദർ അയാളോട് പറഞ്ഞു, എനിക്ക് ദൈവം 10 തരുന്നേ, അളവില്ലാതെയാ കർത്താവ് തരുന്നേ. എൻ്റെ കർത്താവ് എനിക്ക് അളവില്ലാതെ തരുമ്പോൾ കണക്ക് കൂട്ടി 10 ഞാൻ കൊടുക്കുന്നത്, അളവില്ലാതെ ഞാൻ കർത്താവിനെ കൊടുക്കുന്നു. തന്നെ വീട്ടിൽ വന്ന ഒരാൾ, ഒരു ഡോക്ടർ, അദ്ദേഹം വചനം പഠിപ്പിക്കാം,
നമുക്ക് വചനം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ബൈബിളിൽ പഠിപ്പിക്കാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ഈ പഠിപ്പിച്ച് വരുന്നതിൻ്റെ സാരം മനസ്സിലാകുന്നില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല, രക്ഷിക്കപ്പെട്ട ഒരു സഭയിലാണ് പോകുന്നത്. ഇതിനേക്കാളും വലിയൊരു രക്ഷ ഉണ്ടോ? പിന്നെ ആളെ കണ്ടില്ല അത് വഴി. അദ്ദേഹം കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴാണ് പിടി കിട്ടിയത്, നിങ്ങൾ പോകുന്ന സഭയിൽ ദൈവവചനം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഇടയന്മാർ ഒരു കാര്യം പറയാറുണ്ട്, ഞങ്ങൾ പറയുന്നതെല്ലാം കണ്ണു അടച്ച് കേട്ട് കൈയടിച്ച് പോകരുത്, തിരിച്ചു പോയി വചനത്തിലുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ വിശ്വസിക്കരുത്. ദൈവവചനമാ നമ്മുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഹല്ലേലൂയ. ആ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ വിപരീതമായതൊന്നും നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നടക്കത്തില്ല. എന്ന് ഉറക്കെ പറയണം, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ വിപരീതമായത് ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞ്, എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിന് എഴുതിയിരിക്കുന്നതിൻ്റെ വിപരീതമായതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അല്ലല്ലേ, 3-4 പേർക്കൊന്ന് കൈയൊക്കെ കൊടുത്തുകൊണ്ട് പറയണം, എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ വിപരീതമായതൊന്നും. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് വളരെ ശ്രദ്ധയോടെ നമുക്കൊന്നിച്ച് ദൈവവചനം, ഹല്ലേലൂയ, ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. മലയാളത്തിലല്ല, ഇംഗ്ലീഷിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ കാരണം 2. 1, ഈ ഇംഗ്ലീഷിൽ മെസ്സേജ് പല ഭാഷകളിൽ തർജ്ജമ ചെയ്ത് ടെലിവിഷൻ പ്രോഗ്രാമിൽ പോകേണ്ടതാണ്. 2, നമ്മുടെ ഈ സഭയോഗം ഇന്ന് ലൈവ് ആയതുകൊണ്ട് പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. അവിടെയും മലയാളം അറിയാൻ മേലാത്തവർക്കും ഇത് മനസ്സിലാക്കാനാണ്. മാത്രമല്ല, ട്രാൻസ്ലേഷനിൽ ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന പല ഇംഗ്ലീഷ് പദങ്ങൾ മലയാള ദൈവവചനത്തിലില്ല. അതുകൊണ്ട് തന്നെ സാജൻ ബ്രദർ അത് പക്ക വേർഡ് ടു വേർഡ് ഇംഗ്ലീഷിൽ നിന്നായിരിക്കും മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞ, എഴുതപ്പെട്ട വചനത്തിന് വിപരീതമായതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. വചനത്തിൽ ഉയർച്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയാണ്. വായ്പ കൊടുക്കത്തില്ല, വായ്പ വാങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ വായ്പ വാങ്ങത്തില്ല. വായ്പ കൊടുക്കും എന്ന് പറഞ്ഞാൽ വായ്പ അയലോക്കംകാർക്കല്ല, രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്ന സമ്പത്ത്. അതവിടെ എഴുതിയിട്ടുണ്ടോ? അത് തന്നെയാണ്. ഹല്ലേലൂയ. അത് എത്ര പേർ വിശ്വസിക്കുന്നു? അതുപോലെ തന്നെയാണ്. ഹല്ലേലൂയ. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം, the book of Ephesians chapter 2. എഫെസ്യ ലേഖനം 2-ാം അധ്യായം. And starting from word, Ephesians is a wonderful book which is a gold mine according to me in the Bible. എഫെസ്യ ലേഖനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ അത്ഭുതകരമായ ഒരു പുസ്തകമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വർണ്ണ ഖനിയാണ്. Hallelujah. Ephesians chapter 2 and verse 4 onwards. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. But God, who is rich in mercy, because of his great love with which he loved us, even when we were dead in our trespasses, made us alive together with Christ. By grace we have been saved. കരുണാസമരനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. And raised up together and made us sit together in heavenly places in Christ Jesus. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ and then goes the wonderful word which says that in ages to come he might show or he might display the exceeding riches of his grace. തുടർന്ന് ഏറ്റവും അത്ഭുതകരമായ മനോഹരമായ വാക്യം പറയുകയാണ്, തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ, തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ, കൃപയ്ക്കകത്തിരിക്കുന്ന അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്, നമ്മുടെ കാലങ്ങളിൽ കാണിക്കുവാൻ ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു ക്രിസ്തുവിൽ to show, to display
the exceeding abundance of his grace. തന്റെ കൃപയുടെ കവിഞ്ഞൊഴുകുന്ന ആ സമൃദ്ധിയെ നമുക്ക് കാണിച്ചു തരേണ്ടതിന്. Hallelujah. Hallelujah. I want to ensure one thing, that when the word says that in ages to come he might show the exceeding riches of his grace, വരും കാലങ്ങളിൽ തന്റെ കവിഞ്ഞൊഴുകുന്ന സമൃദ്ധി കാണിക്കണം എന്നുള്ള വാക്യം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. the word says he might show the exceeding greatness. വചനം ഇങ്ങനെയാ പറയുന്നത്, അവൻ ആ കവിഞ്ഞൊഴുകുന്ന സമൃദ്ധിയെ നമുക്ക് വേണ്ടി അവൻ കാണിച്ചു തരേണ്ടതിന്. Hallelujah. Hallelujah. Exceeding greatness. കവിഞ്ഞൊഴുകുന്ന അത് അതിക്രമിക്കുന്ന സമൃദ്ധി he will show. അവൻ അത് നമുക്ക് കാട്ടി തരും. How can he show? എങ്ങനെയാ താൻ കാട്ടുന്നത്? It is not in the unseen world. അത് അദൃശ്യ ലോകത്തിലുള്ളതല്ല. It is in the seen world. അത് ഈ ദൃശ്യമായ ലോകത്ത് തന്നെയാ. How can he show? എങ്ങനെയാ താൻ അത് കാണിച്ചു തരുന്നത്? He shows through you and through me how great his mercy and grace is. അവന്റെ കരുണയും കൃപയും എത്ര വലുതാണെന്ന് നിങ്ങളിലൂടെയും എന്നിലൂടെയും അത്ര അവൻ കാണിച്ചു തരുന്നത്. ഇന്ന് പകൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, അവന്റെ കൃപയുടെ അത്യന്ത വലിപ്പം ലോകത്തിനെ കാണിക്കുന്നത് നിങ്ങളിലൂടെയും എന്നിലൂടെയാ. യോഗ്യതയില്ലാത്ത തറപ്പട്ടി ഒരു മാർഗവും ഇല്ലെന്ന് പറയുന്നവർ എവിടെയാണോ വീണത്, എവിടെയാണോ തകർന്നത്, അവിടെ തന്നെ നിന്നെ ഒരു മാനപാത്രമായി ഉയർത്തിയിട്ടല്ലാതെ എൻ്റെ കർത്താവ് വിടത്തില്ല. ഹി ഈസ് എ ഡിസ്പ്ലേയർ. അവൻ പ്രദർശിപ്പിക്കുന്നവനത്രേ. എൻ്റെ കർത്താവിൻ്റെ ഏറ്റവും വലിയ ഹോബി എന്താന്ന് ചോദിച്ചാൽ, ഈ ലോകം തള്ളിക്കളഞ്ഞവരെ, ഈ ലോകം കൊള്ളത്തില്ല എന്ന് പറഞ്ഞവരെ, ഈ ലോകത്തിൽ നിനക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ് ആ പറഞ്ഞവന്റെ മുമ്പിൽ തന്നെ അവന്റെ അത്യന്ത കൃപയുടെ ധനം വെളിപ്പെടുത്തുന്നവനാണ്. Hallelujah. 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 എവിടെയെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങളെ തള്ളുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അപ്പോളെ ഹൃദയത്തിൽ എഴുതിയിട്ടോ, അവിടെ തന്നെ നിന്നെ ഉയർത്താനുള്ള പദ്ധതി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. സോ ഹി മൈറ്റ് ഷോ. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം, എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തെ ആരെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടോ, വിളിച്ചിട്ടുണ്ടോ, അവൻ്റെ കൃപയുടെ വലിപ്പം നിങ്ങളിലൂടെ ലോകം മുഴുവൻ കാണുക. He will display, he will show the exceeding greatness of his grace. അവന്റെ കൃപയുടെ അത്യന്ത ധനത്തെ അവൻ നമ്മിൽ കൂടി അവൻ വെളിപ്പെടുത്തും, കാട്ടിക്കൊടുക്കും. Hallelujah. Hallelujah. The exceeding greatness. അവന്റെ വലിയ കൃപ, അവന്റെ മഹാമഹത്വം, richness of his grace. അവന്റെ ആ കൃപയുടെ സമൃദ്ധി. And then the word says, തുടർന്ന് വചനം പറയുകയാണ്, by grace you have been saved through faith. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Not by yourself. അതിനും നിങ്ങൾ കാരണമല്ല. It is the gift of God. ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. Not of works. പ്രവൃത്തികളും കാരണമല്ല. Lest anyone should boast. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. Grace, we were saved. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. By faith. വിശ്വാസത്താൽ. Grace is the provision of God that is in Christ Jesus. ക്രിസ്തുയേശുവിലൂടെ ദൈവം നമുക്ക് നൽകുന്ന നന്മയാണ് കൃപ. It is the fullness of whatever we need in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ വേണമോ, എന്തൊക്കെ ആവശ്യമുണ്ടോ, അതിന്റെ മുഴുവൻ പൂർണ്ണതയാണ് ഈ കൃപ. John 1:17 the Bible says, law was given by Moses but grace came through Jesus Christ. യോഹന്നാന്റെ സുവിശേഷം 1:17 ഇങ്ങനെ പറയുകയാണ്, മോശ മുഖാന്തരം നിയമം വന്നു, ന്യായപ്രമാണം വന്നു, എന്നാൽ യേശുക്രിസ്തുവിലൂടെ കൃപയും വന്നു. When law was given through Moses, God
God demanded many things in our life. മോശയിലൂടെ ന്യായപ്രമാണം വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പല പല ആവശ്യങ്ങൾ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടു. If you obey, I will bless you. നീ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. If you do this, I will do that. നീ ഇത് ചെയ്താൽ ഞാൻ അത് ചെയ്യാം. The law which came from Moses had no provision, but there was a demand made from God. മോശയിൽ കൂടെ തന്ന ന്യായപ്രമാണത്തിൽ വാസ്തവത്തിൽ നമ്മൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതൊന്നുമില്ലായിരുന്നു. നാം എന്തൊക്കെ ചെയ്യുമോ നമ്മിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത് നമ്മൾ നിവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകി തരും. But the word says grace and truth came through Jesus Christ. എന്നാൽ വചനം പറയുന്നു കൃപയും സത്യവും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വരുന്നു. Which means the demands were gone and a free provision came that whosoever will call on the name of this grace-filled provision, Jesus Christ, they will receive in all abundance. അതിന്റെ അർത്ഥം ആവശ്യങ്ങളെല്ലാം മാറിപ്പോയി, എല്ലാം സൗജന്യ ദാനങ്ങളായിട്ടുള്ളത് സമൃദ്ധി നമുക്ക് വരുന്നു. യേശുക്രിസ്തുവിൽ ഏതൊരു വ്യക്തി ആശ്രയിക്കുന്നുവോ അത് മുഴുവൻ കൃപയാൽ നമ്മുടെ മേൽ പകരപ്പെടുന്നു. Even today, ഇന്നും the same grace that saved us, നമ്മെ രക്ഷിച്ച അതേ കൃപ, the same grace that had the provision of eternal life, നിത്യജീവന്റെ സമൃദ്ധിയുള്ള അതേ കൃപ. how did you get saved? അതെങ്ങനെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? When you heard the word, നിങ്ങൾ ആ വചനം കേട്ടപ്പോൾ word became faith. ആ വചനം നമുക്ക് രക്ഷയായി മാറി. And when you heard the word of faith, ആ വിശ്വാസത്തിന്റെ വചനം നാം കേട്ടപ്പോൾ you said, Jesus, come into my നിങ്ങൾ life. പറഞ്ഞു യേശുവേ എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരണമേ. Grace was there. കൃപ അവിടെ ഉണ്ടായിരുന്നു. It was, it is, and will be forevermore. അവിടെ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടായി, ഇനിയും ഉണ്ടായിരിക്കും. Grace is going to be there forevermore. അതുകൊണ്ട് കൃപ എന്നേക്കും നിലനിൽക്കുന്നു. Grace is for the whole world. കൃപ മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ളതത്രേ. Always it is there. അത് എപ്പോഴും അവിടെയുണ്ട്. But some people എന്നാൽ ചില വ്യക്തികളോ put faith in that grace. ആ വിശ്വാസത്തെ ആ കൃപയിൽ ആശ്രയിപ്പിച്ചു. Grace of Jesus Christ. യേശുക്രിസ്തുവിന്റെ കൃപ, Provision of Jesus Christ. യേശുക്രിസ്തുവിന്റെ നന്മ. And through faith, ആ വിശ്വാസത്തിലൂടെ you got saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. By faith, വിശ്വാസത്താൽ your situation changed. നിങ്ങളുടെ അവസ്ഥ മാറുന്നു. By faith, വിശ്വാസത്താൽ you took whatever provision was in grace. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ഒരുക്കപ്പെട്ടിരിക്കുന്നു ആ നന്മയെ നിങ്ങൾ പ്രാപിക്കുന്നു. I want to assure you every day. I want to assure everybody. ഞാൻ എല്ലാവരോടും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. Before you got saved, നീ രക്ഷിക്കപ്പെടും മുമ്പേ തന്നെ whatever you required, നിനക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ, money, പണമോ, health, ആരോഗ്യമോ, family peace, കുടുംബ സമാധാനമോ, generational peace, തലമുറയുടെ അനുഗ്രഹമോ, whatever you need, എന്തൊക്കെ നിനക്ക് ആവശ്യമായിരുന്നു the provision is there. അതിനു വേണ്ടത് മുഴുവൻ അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. It is in grace. ആ കൃപയിൽ അത് It is ഒരുക്കിയിരിക്കുന്നു. in Jesus. അത് യേശുവിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. And when you trust in Him, നീ അവനിലേക്ക് വരുമ്പോൾ, when you have faith in നീ Him, അവനിൽ ആശ്രയിക്കുമ്പോൾ, the supply starts flowing into you. നിന്റെ വിശ്വാസത്താൽ നിനക്ക് വേണ്ടിയ സമൃദ്ധി നിന്നിലേക്ക് വരുന്നു. Hallelujah. ഹല്ലേലൂയ. That is why അതുകൊണ്ടത്രേ the Bible in the book of Philippians, ഫിലിപ്പി ലേഖനത്തിൽ hallelujah, 4:19 the Bible says, 4:19 വേദപുസ്തകം പറയുക. ഇത് മലയാളത്തിൽ തന്നെ മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഇംഗ്ലീഷിൽ നിന്ന്. മലയാളം വായിച്ചിട്ട് കാര്യമില്ല. My God shall supply all my need. എൻ്റെ സകല ആവശ്യങ്ങളും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തരും. Supply, എനിക്ക് വേണ്ടി നൽകി തരും. supply, വിതരണം ചെയ്യും. supply, നിങ്ങൾക്ക് വിതരണം ചെയ്യും. hallelujah. ഹല്ലേലൂയ. My God എൻ്റെ ദൈവം will supply. നമുക്ക് വിതരണം ചെയ്യും. സപ്ലൈകോ എന്ന് കേട്ടിട്ടുണ്ടോ? സപ്ലൈകോ. കറണ്ട് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? സപ്ലൈ ഇല്ലെന്നാ. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ സകല സപ്ലൈയും, ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ എല്ലാ സപ്ലൈ, മൈ ഓൾ സപ്ലൈ. ഞാൻ പറയാം, ഈ ഉറവിടം പാപ്പരാകുന്ന ഉറവിടമല്ല. ആമേൻ. ഈ ഉറവിടം ഡീസൽ വിലയും പെട്രോൾ വിലയും കൂടി എന്ന് പറഞ്ഞുകൊണ്ട് സപ്ലൈകോയിൽ സാധനം വരാത്ത ആ സാധനമല്ല ഇത്. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയ സപ്ലൈ തൻ്റെ ധനമാകുന്ന ക്രിസ്തുവിൽ
പറഞ്ഞ എൻ്റെ എല്ലാ ആവശ്യവും. എൻ്റെ എല്ലാ ആവശ്യവും. എന്നാ ആവശ്യം വേണ്ടിയേ? എല്ലാ ആവശ്യവും. ഇന്ന് വീട് വാടക കൊടുക്കണം, അതറിയത്തില്ല കർത്താവിന്. അതിൻ്റെ പൈസ എവിടെ ഇരിപ്പുണ്ട്? ഈ ധനത്തിനകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. മകളുടെ കല്യാണ വിഷയം എവിടെ ഇരിപ്പുണ്ട്? സപ്ലൈക്കകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ജപ്തി നോട്ടീസ് കൈ കിട്ടുമ്പോഴത്തേക്ക് തലേ കൈവെക്കരുത്, സപ്ലൈയെ നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഈ സപ്ലൈ ഒരിക്കലും 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 ശൂന്യമാകത്തില്ല. മറിച്ച് അവൻ്റെ നിറവിൽ നിന്നും അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരെയും നിറയ്ക്കുന്നവനാ അവൻ്റെ പദ്ധതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. My God, എൻ്റെ ദൈവം will supply all my needs. എൻ്റെ സകല ആവശ്യങ്ങളും എനിക്ക് വേണ്ടി നൽകി തരും. According to his riches. തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം. According to his riches. തന്റെ ധനത്തിനൊത്തവണ്ണം. തന്റെ ധനത്തിന് തക്കവണ്ണം. ആമേൻ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് പകൽ 100 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ തല ചൊറിഞ്ഞുകൊണ്ട് 75 രൂപ തരുന്ന ദൈവത്തെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ചെറിയ ടൈറ്റാ മോനെ, അതുകൊണ്ട് 100 ആവശ്യമെന്ന് എനിക്കറിയാം. പക്ഷെ 75 കൊണ്ട് എങ്ങനെയല്ലോ ഒന്ന് അഡ്ജസ്റ്റ്മെന്റിന്റെ കർത്താവല്ല ഇത്. എനിക്ക് 100 വേണ്ടിയപ്പോൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി അതിനെ the provision, the supply is brought into me by faith. ആ നന്മകളെ വേണ്ടി ആ സമൃദ്ധിയെ വിശ്വാസത്താലാ എന്നിലേക്ക് വരുത്തുന്നത്. You remember Paul saying praying to God. പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഓർക്കുക. He's praying to God. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. And he's praying like this. താൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. Please deliver me from this. എന്നെ ഇതിൽ നിന്നൊന്ന് വിടുവിക്കണമേ. I am in trouble. ഞാൻ പ്രശ്നത്തിലാണ്. Wherever I go there is trouble. ഞാൻ എവിടെ പോയാലും അവിടെ പ്രശ്നമാണ്. Ship is sinking, this is happening, everyone robbery, I am in problem. ആ കപ്പൽ മുങ്ങുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ആൾക്കാരെല്ലാം എന്നെ കൊള്ളയടിക്കുന്നു, ആകെ പ്രശ്നം. Please deliver me. അതുകൊണ്ട് എന്നെ ഒന്ന് വിടുവിക്കണമേ. But the word which came from Jesus, എന്നാൽ യേശുവിൽ നിന്ന് വന്ന ആ വാക്ക് was my grace is sufficient for you. എൻ്റെ കൃപ നിനക്ക് മതി. My supply is sufficient for you. എൻ്റെ കൃപയാലുള്ള വിതരണം മാത്രം മതി നിനക്ക്. My grace is sufficient for you. എൻ്റെ കൃപ മാത്രം മതി നിനക്ക്. My provision is supply for you. എൻ്റെ കൃപയാലുള്ള സമൃദ്ധി മതി നിനക്ക്. That when you are weak, അതുകൊണ്ട് നീ ബലഹീനനായിരിക്കുമ്പോൾ my supply will come into that area. എൻ്റെ സമൃദ്ധി നിന്നിലേക്ക് വരും. My God എൻ്റെ ദൈവം will supply എനിക്ക് വേണ്ടി നൽകും all my needs. എൻ്റെ സകല ആവശ്യങ്ങളും. All my needs. എൻ്റെ സകല ആവശ്യങ്ങളും according to his riches. തന്റെ ധനത്തിനൊത്തവണ്ണം. My grace. എൻ്റെ കൃപയ്ക്കൊത്തവണ്ണം. My grace. കൃപയാ. My provision. അവന്റെ സമൃദ്ധി is sufficient for you. അതെനിക്ക് മതി. Hallelujah. 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 എൻ്റെ കൃപ മതി. ആമേൻ. എൻ്റെ സപ്ലൈ മതി. എൻ്റെ സമൃദ്ധി. കാര്യം ആ സമൃദ്ധി ഞാൻ ചോദിക്കുന്നതിനും. നോക്ക്, what is happening there? അവിടെ എന്താ സംഭവിക്കുന്നത്? Paul is making a prayer, a demand from God. ദൈവത്തിൽ നിന്ന് ഒരു ആവശ്യം, ഒരു കാര്യം ചോദിക്കുക, ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് പൗലോസ്. Jesus said, യേശു പറഞ്ഞു, if you ask in my name it will be given. നീ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നൽകപ്പെട്ടിരിക്കും. The root word is demand in my name. അതിന്റെ അടിസ്ഥാന വാക്യം ഇതാണ്, എൻ്റെ നാമത്തിൽ ചോദിക്കുക. എൻ്റെ നാമത്തിൽ അവകാശം പറയാൻ. ആമേൻ. ഹല്ലേലൂയ. മക്കൾ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒരു ഗ്ലാസ് പാൽ വേണം എന്ന് അവകാശം പറയുന്ന പോലെ അപ്പനും അമ്മയും എങ്ങനെയാ പാല് കൊണ്ടുവന്നോ, എങ്ങനെയാ പാൽ അവിടെ എത്ര അധ്വാനിച്ചിട്ടാ അവർക്ക് വേണ്ടിയ ഭക്ഷണം കൊണ്ടുവന്ന, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മക്കൾ എന്താ പറയുന്നത്? വിശക്കുന്നു, എനിക്ക് ആഹാരം വേണം. ഹല്ലേലൂയ. ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കണം. എൻ്റെ നാമത്തിൽ നിങ്ങളുടെ അവകാശമായത് എന്താ? അവകാശം ജീവനും ഭക്തിക്ക് വേണ്ടിയത്
സകലതും തന്റെ ധനത്തിന് തക്കവണ്ണം നൽകപ്പെടും. ആമേൻ. ജീസസ് a demand. നിങ്ങൾ അവകാശപ്പെട്, യേശു പറഞ്ഞു. ആ ഡിമാൻഡിന്റെ അർത്ഥമാ ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ സൃഷ്ടിക്കും. ആമേൻ. ഹല്ലേലൂയ. എത്രയോ വീട്ടിൽ അപ്പനും അമ്മമാര് ആ സാധനം ഇല്ലെങ്കിൽ അവരെങ്ങനെയും ഒപ്പിച്ച് മക്കൾക്ക് കൊടുക്കും. ഹല്ലേലൂയ. ഇത് ജഡികമായി ലിമിറ്റേഷൻ ഉള്ള അപ്പനും അമ്മയല്ല. This is not a father with limitation. പരിമിതികളുള്ള ഒരു മാതാപിതാക്കളല്ലിത്. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള My father, എൻ്റെ പിതാവ്, father of my Lord and Savior Jesus Christ, എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിന്റെ പിതാവാം ദൈവം is not a father of limitation. പരിമിതികളുടെ ഒരു അപ്പനല്ല. If it is there, it will be given. അവിടെ അത് ഉണ്ടെങ്കിൽ അത് നൽകപ്പെട്ടിരിക്കും. If it is not there, he will call into being which is not there and create it for you. നീ ചോദിച്ച സാധനം അവിടെ ഇല്ലെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവൻ നിനക്ക് വേണ്ടി അതിനെ സൃഷ്ടിച്ചു തരും. The meaning is very clear. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. I am not bothered if it is there or not. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചിന്തിച്ച് വിഷമിക്കണ്ട. I will ask and my God will supply all my need according to his riches. ഞാനൊന്ന് അവകാശമായി ചോദിച്ചാൽ മാത്രം മതി, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. കർത്താവിന് വിഷമമാകുവോ ഒരു ബെൻസ് ചോദിച്ചാൽ? നിങ്ങൾ നോക്കണ്ട. ഞാനൊരു വീട് ചോദിച്ചാൽ അധികപ്പറ്റാകുവോ? നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? നിങ്ങളുടെ ജോലി മക്കൾ അവകാശികളായതുകൊണ്ട് എനിക്കിത് വേണമെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ ധനത്തിന് തക്കവണ്ണം the limitless treasury is open for us. പരിമിതികളില്ലാത്ത വലിയ നിധി നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ട്രഷറിക്ക് മാത്രം ബാൻ ഇല്ല. ആമേൻ. Hallelujah. Hallelujah. The unlimited resource that is in grace is my provision. അളവില്ലാത്ത വലിയ സമൃദ്ധി അത് കൃപയാൽ എൻ്റെ സമൃദ്ധിയായിട്ട് മാറുകയാണ്. The moment you demand in the name of Jesus, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അത് അവകാശപ്പെടുന്ന നിമിഷം the provision is open. ആ സമൃദ്ധി നമ്മുടെ മേൽ വന്നിരിക്കുക. എങ്ങനെ വരുന്നു നോക്കണ്ട, വന്നിരിക്കും. ആമേൻ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരോടും പറഞ്ഞേ, എങ്ങനെ വരും, എങ്ങനെ എൻ്റെ കാര്യം നടക്കും വിചാരിക്കണ്ട, ചോദിച്ചോ, തന്നിരിക്കും. തൻ്റെ ധനത്തിന് തക്കവണ്ണം പറഞ്ഞാട്ടെ, യേശുവിന്റെ ധനത്തിന് തക്കവണ്ണം യേശുവിന്റെ ധനത്തിന് തക്കവണ്ണം എനിക്ക് തരും. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചെല്ലുന്ന 100, അവിടെ നിന്ന് കിട്ടുന്നത് 1000. ബാക്കി ചില്ലറ വെച്ചോളാൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിനോട് കൈ കൊടുത്തോണ്ട് പറയണ, സമൃദ്ധിയുടെ അപ്പനാ എൻ്റേത്. സമൃദ്ധിയുടെ അപ്പനാണ് എൻ്റെ അപ്പൻ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ എടുത്തങ്ങ് പറയാം. ഞാൻ ദരിദ്രനാകാൻ ആഗ്രഹിച്ചാലും അനുവദിക്കത്തില്ലെന്നല്ല, നടക്കത്തില്ല. കാര്യം എൻ്റെ അപ്പൻ സമ്പന്നനായിരിക്കുന്നത് പോലെ മകനും സമ്പന്നൻ തന്നെയാണ്. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ അപ്പൻ സമ്പന്നനാ, അവനിൽ ദാരിദ്ര്യമില്ല, അവൻ്റെ മൂഡ് മാറുന്നവനല്ല, ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവനാ. അവൻ തരും എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായതുകൊണ്ട് വാക്ക് ഒരിക്കലും മാറാൻ പോകുന്നില്ല. Hallelujah. Hallelujah. You have made many demands in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവകാശമായി ചോദിച്ചു. Might be you did not see it. ചിലപ്പോൾ നിങ്ങൾ അത് ചോദിച്ചിട്ട് കണ്ടു കാണുകയില്ല. But I'll tell you. എന്നാൽ ഞാൻ പറയാം, it's on the way. അത് വന്നുകൊണ്ടിരിക്കുക. It's on the way. അത് വന്നുകൊണ്ടിരിക്കുക. It's on the way. അത് വന്നുകൊണ്ടിരിക്കുക. It is on the way. അത് വന്നുകൊണ്ടിരിക്കുക. It is on the way. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. It is on the way. അത് വന്നുകൊണ്ടിരിക്കുക. It is on the way. അത് വന്നുകൊണ്ടിരിക്കുക. It is on the way. അത് വന്നുകൊണ്ടിരിക്കുന്നു.
It is on the way. അത് വന്നുകൊണ്ടിരിക്കുക. It's on the way. അത് വന്നുകൊണ്ടിരിക്കുക. ടാപ്പ് തുറന്നിട്ട് വെള്ളം ഒച്ച കേട്ടു. ഓ, ഈ വെള്ളമില്ല, അടച്ചേച്ച് പോകരുത്. വന്നോണ്ടിരിക്കുകയാണ്, 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 വന്നോണ്ടിരിക്കുകയാണ്. പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം, ദേ വന്നോണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ല അല്ലേ? വന്നോണ്ടിരിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ കൂനാപ്പരയല്ല, എൻ്റെ വീട് ദേ വന്നോണ്ടിരിക്കുക. എൻ്റെ അപ്പൻ്റെ എന്ന വീട് വന്നോണ്ടിരിക്കുക. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഇത്ര നാളായിട്ട് എന്നാ കിട്ടി? വന്നോണ്ടിരിക്കുക. കണ്ടോണം, വന്നോണ്ടിരിക്കുക, വന്നോണ്ടിരിക്കുക. സപ്ലൈ വന്നോണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാന്ന് ചോദിച്ചാൽ, കർത്താവ് എനിക്കൊരു വീട് വേണം, നാളെ കിട്ടിയില്ല, ഓ ഇനി അത് നടക്കാൻ പോകുന്നില്ല. ആ വന്ന സാധനം തിരിച്ചങ്ങോട്ട് ദേ. ഹല്ലേലൂയ. റോനക്കെ ഇങ്ങോട്ട് വരണം, റോനക്കെ ഇങ്ങോട്ട് വരണം. വന്നോണ്ടിരിക്കുക, 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 വന്നോണ്ടിരിക്കുക. എൻ്റെ സമ്പത്ത് ദേ വന്നോണ്ടിരിക്കുക, എൻ്റെ വീട് വന്നോണ്ടിരിക്കുക. ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. വന്നോണ്ടിരിക്കുക. ആരോഗ്യം വന്നോണ്ടിരിക്കുക. ഞാൻ എവിടെ പോയാലും വന്നോണ്ടിരിക്കുക, നഷ്ടപ്പെടത്തില്ല. വന്നോണ്ടിരിക്കുക, വന്നോണ്ടിരിക്കുക. നിനക്ക് കാണാൻ മേല, വന്നോണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാൻ മേലായിരിക്കും, ദേ വന്നോണ്ടിരിക്കുക, വന്നോണ്ടിരിക്കുക, വന്നോണ്ടിരിക്കുക. ഞാനൊന്ന് പറഞ്ഞോളൂ, ദേ വന്നോണ്ടിരിക്കുക. വന്നോണ്ടിരിക്കുക. എൻ്റെ ആ ജോലി ദേ വന്നോണ്ടിരിക്കുക. ഗൾഫിൽ പോകുന്ന വിസ ദേ വന്നോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, വന്നോണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാൻ മേലായിരിക്കാം, വന്നോണ്ടിരിക്കുക. വന്നു, ദേ 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 വന്നോണ്ടിരിക്കുക. വന്നു. And Christ is enough for me. Christ is enough for me. And everything I need is in you. And everything I need. എനിക്ക് വേണ്ടിയതെല്ലാം എൻ്റെ യേശുവൻ നിന്റെ അകത്തിരിപ്പുണ്ട്. പറഞ്ഞ ഉടനെ കണ്ടില്ല, വന്നുകൊണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കുകയാണ്. Christ is enough for me. Christ is enough for me. And everything I need is in you. And everything I need, Christ is enough for me. പ്രഖ്യാപിക്കാവൂ ഇന്ന് പകൽ. And Christ വാ തുറന്ന് പ്രഖ്യാപിക്കാവൂ. യേശുവിൽ എൻ്റെ സകല സമൃദ്ധിയുണ്ട്. And everything I need is in you. And everything
decided to follow Jesus. No turning back, no turning back. I have decided to follow Jesus. No turning back, no turning back. Christ enough. Oh, and Christ is enough for me. Christ is enough for me. And everything I need is in you. And everything I need. Hallelujah. Hallelujah. ഇത് കഥയല്ല, ഇത് കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. 2000 ചില്ലുവാനും വർഷം മുമ്പേ ജെറൂസലേമിൽ ഒരു യാഗം നടന്നത് യാഥാർത്ഥ്യമാണ്. യേശു ക്രൂശിക്കപ്പെട്ടത് യാഥാർത്ഥ്യമാണ്, അടക്കപ്പെട്ടത് യാഥാർത്ഥ്യമാണ്, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പകൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതും യാഥാർത്ഥ്യമാണ്. അവൻ്റെ വാക്ക് ഊവെന്നും ആമേനെന്നുമാണ്. അവൻ്റെ വാക്ക് മാറിപ്പോകത്തില്ല. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് വന്നുകൊണ്ടേ ഇരിക്കുക. എങ്ങനെയാണോ കൃപ അവിടെ ഉണ്ടായിരുന്നു, വിശ്വാസമുഖാന്തരം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അതേ വിശ്വാസം ഞാൻ പ്രാർത്ഥിച്ച മുഴുവൻ കാര്യം എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അന്ത്യത്തോളം അവൻ്റെ മഹത്വത്തോടെ നടത്തും. Paul is in prison. പൗലോസ് കാരാഗൃഹത്തിലായിരുന്നു. In a very challenging situation. വളരെ വെല്ലുവിളി നിറഞ്ഞൊരു അവസ്ഥ. No way of escape. രക്ഷയ്ക്ക് ഒരു മാർഗവുമില്ല. But look what he says. എന്നാൽ നോക്ക് വചനം എന്താ പറയുന്നത്. He is writing down. താൻ ഇങ്ങനെ എഴുതുകയാണ്. And I want you to translate. പൗലോസ് കാരാഗൃഹത്തിൽ ഒരു രക്ഷയുമില്ലാത്ത മധ്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്. For I know, എനിക്ക് അറിയാം, എനിക്കൊരു കാര്യം അറിയാം, ആമേൻ, that this will turn out for my deliverance. ഇതെന്റെ വിടുതലിനായി മാറി വരുമെന്ന് എനിക്കറിയാം. എൻ്റെ വിടുതലിന്റെ കാരണം എനിക്കറിയാം. ആമേൻ. എനിക്കറിയാവുന്ന. ആമേൻ. ഓ ഇത്ര നാളായിട്ട് എന്നെ അങ്ങനെ ആ ചിന്ത വരുമ്പോൾ പറയണം, പോ പിശാചേ, എനിക്കറിയാം, എനിക്ക് ആരെയാ വിശ്വസിച്ചെന്ന് എനിക്കറിയാം. മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അനേകരുണ്ട്, എനിക്കറിയാം. ഫിലിപ്പിയൻസ് 1:19. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ്. I know. എനിക്കറിയാം. I know. എനിക്കറിയാം. What do I know? എന്താണ് ഞാൻ അറിയുന്നത്? That I will be delivered out of this prison. ഞാൻ വിടുവിക്കപ്പെടും എന്നുള്ളത് ഉറപ്പായിട്ട് എനിക്കറിയാം. How? എങ്ങനെ? Through your prayer, നിങ്ങളുടെ പ്രാർത്ഥനയാലും and the supply of the Spirit of Jesus Christ. യേശുവിന്റെ ആത്മാവിന്റെ സമൃദ്ധി ദാനത്താലും. അത് മലയാളത്തിലില്ല. യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും. സഹായമല്ല, സപ്ലൈ. ആ ആത്മാവിനെ നൽകുന്നതിനാലും. എങ്ങനെയാണ് നൽകിയത്? നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട്. ആമേൻ. നിങ്ങൾ ഡിമാൻഡ് ചെയ്തില്ലേ Yes. വിടുതല്? നിങ്ങൾ പ്രാർത്ഥിച്ച ഉടനെ ആ കാരാഗ്രഹത്തിൽ ദൈവത്തിൻ്റെ സമൃദ്ധിയായ സപ്ലൈ വരും. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തെ പോലും പൊട്ടിക്കുന്ന ദൈവത്തിൻ്റെ സപ്ലൈ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിന്റെ ആത്മാവിനെ നൽകുന്നതിനാൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. And I know, എനിക്കറിയാം, that this will turn out for my deliverance. ഇത് എന്റെ രക്ഷാ കാരണമായി തീരും. എന്റെ വിടുതലിന്റെ കാരണമായി തീരും. എന്താ വിടുതലിന്റെ കാരണമായി തീരുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം. ആമേൻ. നിങ്ങൾ പറഞ്ഞില്ലേ യേശുവിന്റെ നാമത്തിൽ തന്നെ എന്ന്. നിങ്ങൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ ഉടനെ എനിക്കറിയാം സ്വർഗത്തിൽ നിന്നും എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും, ഇപ്പോഴത്തെ ആവശ്യം കാരാഗ്രഹത്തിൽ നിന്ന് വെളി വരുന്നതാ. എൻ്റെ ആവശ്യങ്ങൾ, ഇപ്പോഴത്തെ ആവശ്യം എൻ്റെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് വെളി വരുന്നതാ. എങ്ങനെയും വെളി വരാനല്ല പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തെ പോലും പൊട്ടിച്ച്, ഞാൻ മാത്രമല്ല കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരെയും വിടുവിക്കുന്ന അത്യന്ത ധനം.
You know, I know for sure, എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, Paul cannot write this. പൗലോസിന് ഇങ്ങനെ എഴുതാൻ പറ്റുകയില്ല. It is the Holy Spirit. ഇത് പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. This language is of the Holy Spirit. ഈ ഭാഷ പൗലോസിന്റേതല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ്. And it continues to say, തുടർന്ന് ഇങ്ങനെ പറയുക, according to my earnest expectation and hope. എന്റെ ഏകാഗ്രതയോടെയുള്ള പ്രതീക്ഷയാലും പ്രത്യാശയാലും, എന്റെ അത്യന്ത പ്രതീക്ഷ എന്താണെന്നറിയോ? ആമേൻ. That in nothing I shall be ashamed. ഞാൻ ഒരു കാരണത്തിലും ലജ്ജിക്കുവാൻ സാധ്യമാകയില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, യേശുവിൻ്റെ നാമത്തിൽ നിൽക്കുമ്പോൾ അവൻ്റെ അത്യന്ത ധനം എന്താണെന്നറിയാവോ? ഒന്നിലും നിങ്ങൾ ലജ്ജിപ്പാൻ അവൻ സമ്മതിക്കത്തില്ല. മലയാളം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ, അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ഇവിടെ ധൈര്യം. ഇവിടെ സ്വർഗവിരുദ്ധനകത്ത് എന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, എത്ര സങ്കീർണമായ വിഷയമായിക്കോട്ടെ, എത്ര വലിയ മലയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അതിൻ്റെ മുമ്പേ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കണം, എന്തൊക്കെ വന്നാലും ശരി ഞാൻ ലജ്ജിക്കത്തില്ല. കാരണം അതിനൊരു കാരണമുണ്ട്. എൻ്റെ പ്രാർത്ഥനയാൽ ആത്മാവിൻ്റെ വലിയൊരു പകർച്ച ഈ വിഷയത്തിനകത്ത് വന്നിട്ടുണ്ട്. എത്ര വലിയ കാരാഗ്രഹമായിക്കോട്ടെ, എത്ര വലിയ റോമൻ കാരാഗ്രഹമായിക്കോട്ടെ, അതിൻ്റെ അടിസ്ഥാനം പോലും പൊട്ടിക്കുന്ന ദൈവശക്തി യേശുവിനെ അവിടെ അടക്കിയപ്പോൾ അവിടെ 4 ചേവകർ അവിടെ നിന്നു, അവിടെ പൂട്ടിട്ടു, റോമൻ ഇമ്പീരിയൽ മുദ്രയിട്ട് അടച്ചെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പോലും പൊട്ടിച്ച് യേശു വെളിയിൽ ഇറങ്ങി വന്നതുപോലെ ഇതാ യേശുവിൽ വിശ്വസിക്കുന്നവരോരും പറയാ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ എൻ്റെ ഒരു സപ്ലൈ വരുന്നുണ്ട്, എൻ്റെ ഒരു കറണ്ട് വരുന്നുണ്ട്, എൻ്റെ ഒരു നീറുറവ വരുന്നുണ്ട്. ഈ സപ്ലൈയെ തുടരുത്, കറണ്ട് അടിക്കും. എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനെക്കാളും വലുതാ. എനിക്കറിയാം, എനിക്ക് ഒന്നിലും ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. അതിൻ്റെ കാരണം the abundance of the supply of the Spirit of Christ Jesus inside of me. ക്രിസ്തുയേശുവിന്റെ ആത്മാവിന്റെ സമൃദ്ധിയായ പകർച്ച അത് എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുകയാണ്. ലജ്ജിക്കത്തില്ല, ലജ്ജിക്കത്തില്ല, ആമേൻ, ലജ്ജിക്കത്തില്ല. അതിന്റെ കാരണം യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞത് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാമല്ലേ, നിങ്ങൾ പറയുന്ന ഇപ്പം തീരത്തില്ലെന്ന്. യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച അതേ ആത്മാവ് എൻ്റെ ഉള്ളിലും ഇന്ന് ഇരിക്കുന്നത് കൊണ്ട് എത്ര വലിയ വിഷയമായിക്കോട്ടെ, അതിൻ്റെ മധ്യത്തിൽ നോക്കി നിൽക്കുമ്പോൾ, നിങ്ങളെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ, നിങ്ങളെല്ലാം കൈയടിച്ച് കളിയാക്കാൻ നിൽക്കുകയല്ലേ, നടക്കത്തില്ല. ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകത്തില്ല. അതിൻ്റെ മധ്യത്തിൽ നിന്ന് എന്നെ ഉയർപ്പിക്കുന്നവൻ എല്ലാം അവിശ്വാസം കൊടഞ്ഞു കളഞ്ഞ് ലോകം മുഴുവൻ നിങ്ങളിലൂടെ അറിയും അവൻ അനുഗ്രഹിക്കുന്നവനാ. എന്നെ കാണുമ്പോൾ ലോകത്തിന് മനസ്സിലാകും യേശുവിനെ ആരാധിക്കുന്നവൻ, യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരാണ്. എന്നിലൂടെ മനസ്സിലാകും, എൻ്റെ അനുഗ്രഹത്തിലൂടെ മനസ്സിലാകും. ചേർന്ന് കർത്താവിനെ ആർത്തു വിളിച്ച് സ്തോത്രം ചെയ്യ്. And Christ is enough For me, and Christ is enough for me, and everything I need is in you, and everything I need. എന്നാ വേണ്ടിയത്? ബാങ്കിന്റെ അക്കൗണ്ട്, ഈ ബാങ്കിന്റെ അങ്ങോട്ട് ഒരിക്കലും തീരത്തില്ല. ചെക്ക് കൊടുത്താൽ മതി, വന്നോണ്ടിരിക്കുക.
വന്നോണ്ടിരിക്കുക. ദിലീപ് ബ്രദർ എന്ത് ചെയ്യേ? ദിലീപ് വരണേ. വന്നോണ്ടിരിക്കുക. നിങ്ങൾ കണ്ടില്ലല്ലേ? വന്നോണ്ടിരിക്കുക. എനിക്കറിയാം വന്നോണ്ടിരിക്കുകയെന്ന്. നിങ്ങൾ കണ്ടില്ലല്ലേ? നിങ്ങൾ ആരും കണ്ടില്ല. വന്നോണ്ടിരിക്കുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ ചോദിച്ച എൻ്റെ വീട് വന്നു കഴിഞ്ഞു. വന്ന് കഴിയുമ്പോൾ ആ ലോകം കാണുന്നത് വരുന്ന മുമ്പേ ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുക. വന്നോണ്ടിരിക്കുക. My supply is Jesus Christ. എനിക്ക് സമൃദ്ധി നൽകുന്നവൻ യേശുവത്രേ. റോനക്കെ ഇങ്ങോട്ട് വന്നേ. എവിടെ വരാനാ? വരത്തില്ലെന്ന് പറയുമ്പോ ഇവിടെ നിൽക്കുക. ഞാൻ വരണോന്നാണോ പറഞ്ഞേ? വരത്തില്ലെന്നാണോ? ഇതൊന്നും നടക്കാത്ത കാര്യമാ. സഭായോഗത്തിൽ ചുമ്മാ ഇളക്കാൻ പറയുന്നതാ. വന്നവിടെ നിൽക്കുക. അല്ല, മനസ്സിലായില്ല. ഞാൻ വരണോന്നാണോ പറഞ്ഞത്? വരുന്നില്ലെന്നാണോ പറഞ്ഞേ? നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ മറുപടി ഇതേ നിൽക്കുക. ഇവിടെ എന്നാ പറഞ്ഞേ? വരണോന്നാണോ വരണ്ടെന്നാണോ പറഞ്ഞത്? വരാനാണല്ലോ. അപ്പം ഇപ്പം പറയാൻ നടക്കത്തില്ല എന്നാണോ? അപ്പം ഞാൻ തിരിച്ചു പോകണമെന്നാണോ പറയുന്നത്? അല്ല, വിശ്വാസി കാഴ്ചയാലല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വന്നോണ്ടിരിക്കുക. ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. അനുഗ്രഹം അനുഭവിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നത് വരിക തന്നെ ചെയ്യും. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം പറയാ, 100 വയസ്സായി അവന്റെ ശരീരം ജീർണിച്ചു. സാറയുടെ ഗർഭം നോക്കിയാൽ ചത്തു. ഇനി കുഞ്ഞുണ്ടാകാനോ? എന്നാൽ ആശയ്ക്ക് വിപരീതമായ ആരോഗ്യം വരുമെന്നോ? കുഞ്ഞുണ്ടാകുന്നു. ഇപ്പം പല്ലുടെ പോയി കൂന് പിടിച്ചിരിക്കുക. പക്ഷെ പറഞ്ഞവൻ നിവർത്തിക്കാനും ശക്തനെന്ന് തിരിച്ചറിഞ്ഞ് ആശയ്ക്ക് വിപരീതമായി ആശിച്ചു. എന്താ ആശിച്ചത്? അവൻ മരിച്ചതിന് ജീവൻ കൊടുക്കുന്നവനും ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്നതും. അതുകൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടോ? വന്നോണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ നൃത്തം ചെയ്യും. എൻ്റെ കുഞ്ഞിനെ കണ്ടുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് വചനം പറയുന്നത് അവൻ ആശയ്ക്ക് വിരോധമായി ദൈവത്തിന് മഹത്വം കൊടുത്തു. കുഞ്ഞ് കിട്ടിയിട്ടല്ല മഹത്വം കൊടുത്തത്. ജീർണിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവെ നന്ദി, ആ കുഞ്ഞിനായി നന്ദി, സ്തോത്രം കർത്താവെ. ജാതികൾ വലിയ അവിടെയാ നിങ്ങൾക്കും എനിക്കും വലിയ ചോദ്യമാകുന്നത്. ആ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഹൃദയം കഠിനപ്പെടുമ്പോഴാണ്. മാർക്കോസ് സുവിശേഷത്തിൽ ഒരു മനോഹരമായൊരു സംഭവം നടക്കുക. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് സെക്കൻഡുകൾ കഴിഞ്ഞിട്ടില്ല. യേശു നിർബന്ധിച്ച് അവരെ പടകിൽ കയറ്റി. പടക് മുമ്പോട്ട് പോയപ്പോൾ കൊടുങ്കാറ്റ് വീശി. യേശു നടന്നു വരുവാ. അവർ പറഞ്ഞു ഇത് ഭൂതമാ. 2 മിനിറ്റ് മുമ്പേ പറഞ്ഞത് ഇത് അത്ഭുത മന്ത്രിയാണല്ലോ. ആ ബ്രെഡ് മുറിച്ചപ്പോൾ നിങ്ങളുടെ കൈ കൊണ്ടല്ലേ മുറിച്ചേ? 5 അപ്പം വർദ്ധിച്ചത് നിങ്ങളുടെ കൈ കൊണ്ടല്ലേ? നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. മാർക്കോസ് സുവിശേഷം 8, 5, 6 ഉണ്ട് ഈ അത്ഭുതം. യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാനേ. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് മിച്ചം വന്ന അത്ഭുതമില്ലേ? അതിനേക്കാളും ചെറിയ അത്ഭുതമായി കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ വിളിച്ച് ഇങ്ങോട്ട് വെളി വരുത്താൻ ഞാൻ ആ പടകിൽ കയറ്റിയെങ്കിൽ അക്കരയ്ക്ക് എത്തിക്കാനുള്ള ചുമതലയും
എൻ്റേതാ. 3 ദിവസം എന്നിൽ വിശ്വസിച്ച് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഇരുന്നപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞ് വെറുതെ അവരെ വിടാൻ? ഞാൻ വിട്ടില്ലല്ലോ. 5 അപ്പമല്ലേ അന്നുണ്ടായിരുന്നുള്ളൂ, ഞാനല്ലേ വർദ്ധിപ്പിച്ചത്. ഞാനല്ലേ ഈ പടകി കയറ്റിയത്. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നോട്ടെ, അതിൻ്റെ മേളിൽ ചവിട്ടി അതിനെ നിരത്തി നിന്നെ അക്കരയ്ക്ക് എത്തിക്കാനും എനിക്കറിയാം. കൃപയാൽ ഞാനാ നിന്നെ വിളിച്ചത്, നിങ്ങളല്ല എന്നെ വിളിച്ചത്, ഞാനാ നിങ്ങളെ രക്ഷിച്ചത് എന്ന് കർത്താവ് പറയാ. കൃപയാൽ എങ്ങനെയാണോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അതുപോലെ തന്നെ വിശ്വസിച്ച് ആ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ ശാസിച്ച് ഇന്നലെ നടന്ന അത്ഭുതം ഇനി മുന്നോട്ട് ഇതിനേക്കാളും വലിയ അത്ഭുതം നടക്കും. എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നവൻ ആദ്യത്തോളം നടത്താൻ വിശ്വസ്തന. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് രക്തസ്രാവക്കാരി സ്ത്രീ, ദൈവവചനം പറയാം, അവര് 12 വർഷമായി രക്തം പോകുക, മുഴുവൻ ആരോഗ്യം പോയി. വൈദ്യന്മാർക്ക് പൈസ കൊടുത്ത് അവിടെ ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആൻഡ് ദ സിറ്റുവേഷൻ ബിക്കെയിം വേഴ്സ്. നേരത്തെ ആരോഗ്യ പ്രശ്നമായിരുന്നു, ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം കൂടെയായി. എന്നാൽ അവളൊരു വാർത്ത കേട്ടു, യേശു അവിടുന്ന് വരുന്നുണ്ട്, കൃപയും സത്യവും നിറഞ്ഞവൻ. എനിക്ക് വേണ്ടിയത് മുഴുവൻ ആ കൃപയ്ക്കകത്തിരിപ്പുണ്ട്. അവൻ അതുവഴി നടന്നു വരുന്നുണ്ട്. അവളുടെ ഉള്ളിൽ എന്നെ ആരെ കൊണ്ടുപോകുമെന്നല്ല, എനിക്കൊന്ന് അവിടെ വരെ ചെന്ന് ആ കൃപയൊന്ന് വിശ്വാസത്താൽ തൊടാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ ഈ 2 വിഷയത്തിനും എന്നേക്കുമായി നിറവ് ആ കൃപയെന്ന ഉറവിടത്തിൽ നിന്നും വരും. പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ആരാ എന്നെ തൊട്ടത്? ആരാ എന്നെ തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ 10,000 കൂടെ നിൽക്കുന്നുണ്ട്, ആരാ നിന്നെ തൊട്ട്? എല്ലാവരും നിന്നെ തള്ളിക്കൊണ്ട്. നോ, ആരോ ഈ കൃപയെ തൊട്ടിട്ടുണ്ട്, വിശ്വാസത്താൽ തൊട്ടിട്ടുണ്ട്. അവരത് എടുത്തുകൊണ്ടും പോയിട്ടുണ്ട്. വചനം പറയാ അവള് മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ പറഞ്ഞു, ഞാനാണേ. യേശു തിരിഞ്ഞു പറയാം, നിന്റെ വിശ്വാസം എൻ്റെ അകത്ത് നിറഞ്ഞിരുന്ന കൃപ നീ ചോർത്തിക്കൊണ്ടുപോയി. നീ സപ്ലൈ വാസ് ഹിയർ. ബാക്കി എല്ലാവരും സപ്ലൈനെ ഉന്തിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇവളാ കണക്ഷൻ കൊടുത്ത് ആ സപ്ലൈയെ ചോർത്തിങ്ങെടുത്തു. ഇന്ന് പകൽ ജീവനും ഭക്തിക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, തലമുറകൾക്കുള്ളത് മുഴുവൻ യേശുവിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. യേശുവേ എന്നൊരൊറ്റ വാക്ക് വിളിച്ചാൽ നീ ഏത് ആവശ്യത്തിനാണോ വിളിച്ചത് അത് വന്നുകൊണ്ടേയിരിക്കുക. സപ്ലൈ വന്നുകൊണ്ടിരിക്കുക. ഇൻ ദി അബണ്ടൻസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് your prayer has been answered. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് അതവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ജീസസ് മാർവൽഡ്. യേശു അതിശയിച്ചു പോയി ഇവരുടെ അവിശ്വാസം കണ്ടപ്പോൾ. നിങ്ങളല്ലേ ഈ അപ്പം വിളമ്പിയേ? നിങ്ങളുടെ കയ്യിലല്ലേ? ഞാൻ 5 അപ്പം വർദ്ധിച്ചപ്പോൾ എത്ര കൊട്ടയുണ്ടായിരുന്നു മിച്ചം? ആ 7 അപ്പം എത്ര കൊട്ട മിച്ചം ഉണ്ടായിരുന്നു? ആ മിച്ചം കണ്ടവരല്ലേ നിങ്ങൾ? എന്നിട്ടാണോ ചെറിയ കാറ്റ് കണ്ടപ്പം ഭൂതാന്ന് എന്നെ വിളിച്ചേ? എങ്ങനെ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി? നടക്കത്തില്ലെന്ന് പറഞ്ഞ് ആ വന്നതിനെ തടസ്സം ഇന്ന് പെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെ പൊട്ടിച്ചു കളയണം. ഇന്ന് പകൽ തിരിഞ്ഞൊന്ന് നോക്കിക്കൊണ്ട് ഇവിടെ വരെ എങ്ങനെയാ ജയോത്സവമായി നടത്തിയത്, അതിനേക്കാളും വലിയ ജയത്തിലായി ഇനി നടക്കാൻ പോകുന്നത്. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ മെസ്സേജ് കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്കാ, ഇത് കേട്ടോണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വേഗത 5 വർഷമായി പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ നടന്നില്ല. ഇന്ന് പകൽ അത് there is going to be an acceleration
of what you have been praying for. There is an acceleration of what you have been praying for. The moment you believe, നീ വിശ്വസിക്കുന്ന നിമിഷം തന്നെ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ അത് വേഗതയേറ്റിയ മറുപടി നിനക്ക് വരികയാ. what could happen in 5 years in 1 year, 1 year, 1 month, 1 day, now in the name of Jesus. 5 കൊല്ലം കൊണ്ട് നടക്കേണ്ടത് ഒറ്റ കൊല്ലം കൊണ്ട് നടക്കും. 1 കൊല്ലം കൊണ്ട് നടക്കേണ്ടത് 1 മാസം കൊണ്ട് നടക്കും. 1 മാസം കൊണ്ട് നടക്കേണ്ടത് 1 ദിവസം കൊണ്ട് നടക്കും. 1 ദിവസം കൊണ്ട് നടക്കേണ്ടത് ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കും. ഇപ്പോൾ നടക്കും. ഇപ്പോൾ നടക്കും. ഇപ്പോൾ തന്നെ. ഇപ്പോൾ തന്നെ ശരീരത്തിന്റെ രോഗം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആമേൻ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ I command every sickness. എല്ലാ രോഗങ്ങളോട് കൽപ്പിക്കുന്നു. Go. വിട്ടു മാറ്. Go. വിട്ടു പോ. Go. വിട്ടു മാറ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. And Christ is enough for me. And Christ is enough for me. And everything I need is in you. And everything I need. ഒരു വാക്ക് വായിക്കാൻ പോവാ. ഒരു വാക്യം വായിക്കാൻ പോവാ. ഫിലിമോന്റെ ലേഖനം. ഫിലിമോന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഇംഗ്ലീഷ് പറയുന്നത് അതുപോലെ തർജ്ജമ ചെയ്യാൻ പോവാ. That the sharing of your faith നിന്റെ വിശ്വാസത്തിന്റെ പങ്കുവയ്ക്കൽ may become effective acknowledgement of every good thing which is in you in Christ Jesus. ക്രിസ്തുയേശുവിൽ നിന്നിലുള്ള സകല നല്ല കാര്യങ്ങളുടെയും Exhibit. അതിനെ വിളിച്ചു പറച്ചിലാണ്. Exhibit. അതിനെ പ്രദർശിപ്പിക്കൽ. എക്സിബിഷൻ കേട്ടിട്ടുണ്ടോ? പ്രദർശനം. നിന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ, നിന്റെ സാക്ഷ്യം മൊഴികൾ, നിന്നിൽ ഉള്ള നല്ല പ്രവൃത്തിയുടെ എക്സിബിഷനാ ക്രിസ്തുയേശു. ഇന്നലെ നടത്തിയ വിധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നത്തെ വിഷയം മലകളെയാണ് ഉരുകിക്കൊണ്ടിരിക്കുന്ന. ഇന്നത്തെ വിഷയമല്ല പറയേണ്ടത്, ഇന്നലെ നടന്ന അത്ഭുതം. എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ച ആ വലിയ വിടുതൽ എന്തായിരുന്നു? That the sharing of your faith, നിന്റെ വിശ്വാസത്തിന്റെ പങ്കിടൽ will become effective. അത് വളരെ ഫലപ്രദമായി തീരും. Effective. ഫലപ്രദമാകും. ഈ ഗ്രേസിനകത്ത്, ഈ പ്രൊവിഷനാകുന്ന ക്രിസ്തുവിൻ്റെ അകത്തിരിക്കുന്ന സാധനം നിങ്ങൾക്കും എനിക്കും എഫക്റ്റീവ് ആകുന്നത് ബൈ ദ എക്സിബിഷൻ ഓഫ് മൈ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ പ്രദർശനത്താൽ. അവരെന്നെ ചിരിച്ചു കാണിച്ചില്ല, അവരെന്നെ മൈൻഡ് ചെയ്തില്ല, അതൊന്നും അല്ലെന്ന് വിഷയം. ഇന്നലെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. പക്ഷെ കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ചുറ്റും സൈന്യം മുളഞ്ഞു, മുമ്പിൽ ചുറ്റും മലകൾ, എന്താ ചെയ്യേണ്ടി അറിയത്തില്ല, മുമ്പിൽ ചെങ്കടല്, എന്താണെന്ന് അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ കാലങ്ങോട്ട് വെച്ചപ്പോൾ ആ ചെങ്കടൽ പിളർന്ന് ഒരു പുതിയ വഴി എനിക്ക് വേണ്ടി. 2008 എല്ലാവരും പറഞ്ഞു ഇത് തീർന്നു, സ്വർഗീയ വിരുന്ന് പോക്കടിച്ചെന്നാ. അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവന്നവൻ ഈ NOC തരാനും ശക്തനാ. ഇവിടെ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം തരാൻ ശക്തനാ. കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള മനോഹരമായ കെട്ടിടം ഇവിടെ വരും. ഈ കോട്ടയം പട്ടണത്തിൻ്റെ മധ്യത്തിൽ സ്വർഗീയ വിരുന്ന് ആരാധിക്കുക മാത്രമല്ല, ലോക രാജ്യങ്ങളുടെ ഉണർവിൻ്റെ തലസ്ഥാനം ഈ കോട്ടയം പട്ടണത്തിൽ തന്നെയാ. യേശുവിൻ്റെ നാമത്തിൽ ആർക്കും അതിനെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. വിശ്വാസം പറയുന്നവൻ്റെ കൂട്ടത്തിൽ നടക്കണം. വിശ്വാസം പറയുന്നവൻ്റെ കൂട്ടത്തിൽ നടക്കണം. വിശ്വാസം കാണുന്നവൻ്റെ കൂട്ടത്തിൽ ഇരിക്കണം. അവിശ്വാസം പറയുന്നവനിൽ നിന്ന് ഓടി ഒളിച്ചോണം.
കുറ്റം പറയുന്നവന്റെ അടുക്കൽ പോകരുത്. ഹല്ലേലൂയ. കാര്യം നിന്റെ സപ്ലൈനെ തടസ്സപ്പെടുത്തുന്നതാ. എന്നാൽ സപ്ലൈനെ വരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം. എൻ്റെ ഡിമാൻഡ്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ കർത്താവ് എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ ധനത്തിന് തക്കവണ്ണം. എങ്ങനെ നടക്കൂന്നാ ചോദിച്ചല്ലേ? വന്നുകൊണ്ടിരിക്കുക. ഞാൻ വിളിച്ചിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുക. ഓ, കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞേ. വന്നുകൊണ്ടിരിക്കുക. Hallelujah. The power of Jesus, the Spirit of Christ is in every church that is watching me now. യേശുവിന്റെ ശക്തി, ക്രിസ്തുവിന്റെ ആത്മാവ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഭകളിലുമുണ്ട്. All those who are watching me right now, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുമേ, the power of Christ, ക്രിസ്തുവിന്റെ ശക്തി, the supply of Christ, ക്രിസ്തുവിന്റെ സമൃദ്ധി, the abundance of grace, ആ കൃപയുടെ സമൃദ്ധി is flowing into your lives ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരികയാണ് right now. ഇപ്പോൾ തന്നെ. This is the power that shakes off sickness. രോഗങ്ങളെ കൊടഞ്ഞു കളയുന്ന അതേ ശക്തിയായത്. This is the power that supplies all my need, my financial, my family, my provision for every need. Supply is the Spirit of Christ. എൻ്റെ ജീവിതത്തിന്റെ സകല ആവശ്യങ്ങളും, എൻ്റെ സാമ്പത്തികമാകട്ടെ, എൻ്റെ കുടുംബപരമായിട്ടാകട്ടെ, എല്ലാ ആവശ്യങ്ങളെ നിറവേറ്റുന്ന അതേ സമൃദ്ധിയുടെ നിറവ്, ആ ശക്തി എത്ര ഇത്. അതാ വചനം പറയുന്നത്, ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, അവൻ്റെ ആത്മാവിനാൽ അത് നിവർത്തിക്കും. ഇന്ന് ശാരീരികമായ അസ്വസ്ഥതയോടെ വന്നിരിക്കുന്നവർ അതത് സഭയിൽ കൈ ഒന്ന് ഉയർത്തിക്കേ. ഇവിടെയും ശാരീരികമായ അസ്വസ്ഥതയാ, ക്യാൻസറാ, നടക്കാൻ മേല. ഹല്ലേലൂയ. നെർവസ്, ന്യൂറോളജി സംബന്ധമായി, നെർവ് ഡിസോർഡർ സംബന്ധിച്ചുമായി ആരോ എന്നെ കേൾക്കുന്നു. നാഡീ സംബന്ധമായി പ്രയാസമുള്ളവർ, ശരീരത്തെ ഒരു ശരീരത്തിൽ നിർത്താൻ മേല, ഈ ഷിവറിങ്, ഇങ്ങനെ ശരീരം വിറച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ആ കൈ ഉയർത്തിക്കേ. ഇന്ന് സൗഖ്യം വേണ്ടിയവർ കൈ ഉയർത്തിക്കേ. അതിനകത്ത് സപ്ലൈ ഇരിപ്പുണ്ട്. യേശുവിനകത്ത് സപ്ലൈ ഉണ്ട്. കറണ്ട് സപ്ലൈ വരുമ്പം ഒന്നിനും നിർത്താൻ മേല, തുടരുത് അതിനെ. അതുപോലെ ദൈവ സാന്നിധ്യം, ദ സപ്ലൈ ഓഫ് ക്രൈസ്റ്റ്. അതിന് തൊട്ടടുത്ത് നിൽക്കുന്നവരൊന്ന് പോയി അവരോട് ചോദിച്ച എന്താ വിഷയം. രോഗികളായിട്ട് നിൽക്കുന്നവർ കരങ്ങളെ ഉയർത്തുമ്പോൾ അരികിൽ നിൽക്കുന്നവർ അവരുടെ മേൽ അടുത്ത് ചെന്നൊന്ന് കരങ്ങളെ വെച്ചുകൊണ്ട് അവരോട് ചോദിച്ചാട്ടെ. എന്റെ യേശു പറഞ്ഞു, രോഗികളുടെ മേൽ കൈവച്ചാൽ, പ്രാർത്ഥിക്കാനല്ല, കൈവച്ചാൽ എന്താ ചെയ്യുന്നേ? നിങ്ങൾ എന്റെ സപ്ലൈ അങ്ങോട്ട് കൊടുക്കാൻ പോവുക. ഒരു വയറിനകത്ത് കറണ്ട് വരുമ്പോൾ ഘടിപ്പിച്ചാൽ കറണ്ട് അടിക്കും. അത് തന്നെയാ രോഗികളുടെ മേൽ കൈവച്ചാൽ ആ സപ്ലൈ അങ്ങ് വരും. ഇന്ന് വരാൻ പോകുന്നയാ എല്ലാ സഭകളിലും ഇന്ന് ക്രിയേറ്റീവ് മിറക്കിൾസ്. കാണാൻ മേലാത്തവർ പുതിയ കണ്ണ് കർത്താവ് സൃഷ്ടിക്കും. കേൾക്കാൻ മേലാത്തവർ പുതിയ ചെവി, ഇയർ ഡ്രം പൊട്ടിയിട്ട്, ചെവിയുടെ ഇയർ ഡ്രം, someone who has a broken eardrum, ചെവിക്കകത്തെ ആ കർണപുടം, ഇയർ ഡ്രം പൊട്ടിപ്പോയവർ, കേൾവി നഷ്ടപ്പെട്ടവർ, God is going to create something new. പുതിയ കർണപുടം അവിടെ സൃഷ്ടിക്കപ്പെടാൻ പോവാ. Everyone in faith, let us pray. എല്ലാവരും വിശ്വാസത്താൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ, everybody everywhere, എല്ലാവരും, എല്ലായിടത്തും നിൽക്കുന്ന എല്ലാവരും, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ, we command every sickness, എല്ലാ രോഗങ്ങളോടും ഞങ്ങൾ കൽപ്പിക്കുന്നു, every pain, എല്ലാ വേദനകളോടും, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ leave, വിട്ടുമാറാൻ, leave, വിട്ടുപോ, leave, വിട്ടുപോ, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ We call into being, ഞങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. in the name of Jesus, യേശുവിന്റെ നാമത്തിൽ let new organs be created, പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. in the name of Jesus, യേശുവിന്റെ നാമത്തിൽ blind eyes open, കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ears open, ചെവികൾ തുറക്കപ്പെടട്ടെ, let the lame walk, മുടന്തർ നടക്കട്ടെ, let the paralyzed get up from the bed, തളർന്നവർ കിടക്കപ്പെട്ട് കസേര വിട്ട് ചാടി let എഴുന്നേൽക്കട്ടെ, the nerve disorder be healed, ആ നാഡിയുടെ പ്രശ്നം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. in the name of Jesus, യേശുവിന്റെ നാമത്തിൽ be healed, സൗഖ്യമാകാം, be healed, സൗഖ്യമാകാം, be healed, സൗഖ്യമാകാം, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ be healed, സൗഖ്യമാകാം, be healed, സൗഖ്യമാകാം.
കർത്താവ് സൗഖ്യമാക്കിയതോർത്ത് കരങ്ങളെ അടിച്ച് ഈ പ്രാർത്ഥിച്ചവർ ഇപ്പം തന്നെ ചെക്ക് ചെയ്യുന്നു. ഇപ്പം സംഭവിച്ചതെന്ന് ഞാൻ പറയാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും മോളിത്തെ സപ്ലൈ നിങ്ങളുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് അത് വരുമ്പോൾ ആർക്കും തടക്കാൻ പറ്റത്തില്ല. ശരീരങ്ങളെ ഇപ്പോൾ തന്നെ നോക്കിക്കേ, ആ വിറയ്ക്കുന്ന അനുഭവം ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. സഭകളിൽ നിന്ന് ഹല്ലേലൂയ സൗഖ്യമാകുന്നവർ ബെന്നി ബ്രദറിനെ, റോയ് ബ്രദറിനെ, സായം ബ്രദറിനെ വിളിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുക. കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്ത് സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സാമ്പത്തികമായ ഒരു വലിയ വിഷയം മുമ്പിൽ നിൽക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ എല്ലായിടത്തും വേണ്ടിയവരെല്ലാം കൈ ഉയർത്തിക്കോ. യേശുവിൻ്റെ നാമത്തിൽ പുതിയ ഉറവിടം യേശുവേ അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. ആവശ്യത്തിന് മീതെ, ചോദിക്കുന്നതിന് മീതെ അങ്ങ് നൽകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അപ്പോൾ തന്നെ ഇവിടെ കോട്ടയത്ത് കണ്ടുകൊണ്ടിരുന്ന ഇപ്പോൾ തന്നെ സൗഖ്യമായവർ ആ കൈകളൊന്ന് വീശി കാണിക്കാവോ? സൗഖ്യം ആയവർ ഹല്ലേലൂയ കരങ്ങളെ വീശി ഒന്ന് സ്തോത്രം ചെയ്ത്. മറ്റ് സഭകളിൽ സൗഖ്യമായവർ ആ കൈകളൊക്കെ ഒന്ന് വീശി കാണിച്ച് മറ്റുള്ളവരൊന്ന് കണ്ട് ഇതാ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിന്റെ തെളിവ്. കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ കരങ്ങളെ അടിച്ചുകൊണ്ട് ശബ്ദമുയർത്തേ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. എൻ്റെ സ്പിരിറ്റിൽ, എൻ്റെ ആത്മാവിൽ എനിക്ക് വ്യക്തമായി അറിയാം, അനേകർ, ഒന്നോ രണ്ടോ പേരല്ല, അനേകർ ലിവറിൻ്റെ മുകളിൽ കട്ടി കൂടിയിട്ട് അതിൻ്റെ മേലിൽ ഒരു ഗ്രോത്ത് പോലെ ഒരു ട്യൂമർ കട്ടി കൂടിയിട്ട് കഴിഞ്ഞ ദിവസം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ കട്ടി കൂടി എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടുണ്ട്. അത് ഇപ്പം നിങ്ങൾക്കറിയാവുന്നത് അവിടെ വേദന ഉണ്ടാകുന്ന സമയം, ഇറ്റ് ഈസ് പെയിനിങ് ഇൻ യുവർ ലിവർ. കർത്താവ് അത്ഭുത സൗഖ്യമാക്കിയിട്ടുണ്ട്. അത്ഭുത സൗഖ്യമായവർ അവരുടെ സൗഖ്യത്തെ, അവരുടെ വിടുതൽ എങ്ങനെയാണ് ഓർപ്പിക്കുന്നത്? ബൈ എക്സിബിറ്റിംഗ്, പ്രദർശിപ്പിക്കുന്നതിലൂടെ. ഹല്ലേലൂയ. മിണ്ടാതെ പോകരുത്, പറയണം യേശു എൻ്റെ ജീവിതത്തിൽ എന്താ ചെയ്ത്. സൗഖ്യമായവർ എത്ര പേരുണ്ട്? ആ കൈകൾ ഒന്നുകൂടെ ഒന്ന് വീശി കാണിച്ച്. ഓ ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് യേശുനാം 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 की जय. യേശുനാം 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 की जय. യേശുനാം യേശുനാം
യേശു പറഞ്ഞത് എങ്ങനെയാ? എൻ്റെ നാമത്തിൽ, എൻ്റെ നാമം ഉപയോഗിക്കുമ്പോഴേ അവിടുത്തെ പവർ സപ്ലൈ ഓൺ ആകും. എല്ലാം ഫോണും ബ്ലോക്ക് ആകുക. പാമ്പാടിയിൽ, മാവേലിക്കരയിൽ, എല്ലായിടത്തുനിന്നും സൗഖ്യങ്ങൾ കാരണം എല്ലാം ഫോണും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നോക്ക് എന്താ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ യേശുവുമായിട്ട് ബന്ധത്തിലാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റെ ബന്ധമാണ്. യേശു പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ ജനറേറ്റർ. ഇനി 22 അല്ല, 1 അത്രേ. അത് ക്രിസ്തുവും സഭയും കുറിച്ചാണ് പറയുന്നത്. കണക്ഷൻ സപ്ലൈ റെഡിയാ. രോഗികളുടെ മേൽ കൈവച്ചാൽ എന്താ സംഭവിക്കുന്നത്? കൈവെക്കുമ്പോൾ ഈ സപ്ലൈ അതായി വിളി വന്നുകൊണ്ടിരിക്കുന്നത്. വെച്ച ആളുടെ ഗുണമല്ല, വയറിന്റെ ഗുണമല്ല, ഇടുക്കിയിലെ ആ സപ്ലൈയുടെ ഗുണമാണ്. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഏത് കാര്യവും നാമം പറയുമ്പോൾ അവിടെ ഓണാകും. വന്നോണ്ടിരിക്കുക, പറഞ്ഞു വന്നോണ്ടിരിക്കുക. സൗഖ്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. സൗഖ്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. അത്ഭുത സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. തങ്ക ബ്രദറെ, തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ റെജി ബ്രദറെ വിളിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് മാനസിക രോഗം മൂലം പൂട്ടിയിട്ടിരുന്ന ഒരു സഹോദരിയെ കൂടെ ഒരു സഹോദരി ചർച്ചിൽ കൊണ്ടുവന്നു. ഹീലിംഗ് മിനിസ്ട്രി പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഈ മാനസിക രോഗം ഉണ്ടായിരുന്ന സഹോദരി തന്നെ കൊണ്ടുവന്ന ആളുടെ അരികിൽ ചെന്നിട്ട് പറയുക, എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സിന് വലിയ സമാധാനം. ഹല്ലേലൂയ. തങ്കു ബ്രദറെ, സതീഷ് ബ്രദർ വിളിക്കുക. ഒത്തിരി എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. സതീഷ് ബ്രദർ ഇപ്പം വിളിച്ചു പറയാ, ചെവിയിലെ ഇയർട്രം പൊട്ടിയ ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കി. അതുപോലെ തന്നെ 1 വർഷമായിട്ട് നെർവസ് ഡിസോർഡർ ആയിട്ടുള്ള നാഡിയുടെ ഞരമ്പിന്റെ പ്രശ്നം ഡിസോർഡർ ആയിട്ട് 1 വർഷമായ ആള് ഇങ്ങനെ വിറച്ചോണ്ടിരുന്ന ആളാണ് പൂർണ്ണ സൗഖ്യമായി. സ്ഥലം എഴുതിയിട്ടില്ല, മെസ്സേജും. അതുപോലെ തന്നെ ബോംബെന്ന് വിളിച്ചു പറയുന്നു, നാഡി ഞരമ്പിന്റെ ബോംബെയില് വേദനയായിട്ട് ഭാരപ്പെട്ടിരുന്ന വ്യക്തി പൂർണ്ണമായി സൗഖ്യമായിരിക്കും. യേശു നാം ഈ കറണ്ട് കമ്പിയെ തൊട്ടാൽ കറണ്ട് അടിക്കും എന്ന് പ്രത്യേകിച്ച് നിങ്ങളോട് പറയണോ? അതുപോലെയാ യേശുവിന്റെ നാമം ഉപയോഗിച്ചാൽ സപ്ലൈ ഉണ്ടെന്ന്. അവിടെ ഇത് 110 അല്ല, 110 kV അല്ല, ഇത് 1000 kV അല്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നതും മരിച്ചത്. പാമ്പാടിയിൽ വർഷങ്ങളായി ചെവി കേൾക്കാതിരുന്ന ഒരു സഹോദരിയുടെ ചെവി കേട്ടു. മാവേലിക്കര 7 വർഷമായി നടുവിനും വയറിനും വേദനയായിട്ട് നടക്കാൻ മേലാതെ വയറുവേദനയായിട്ട് ഇരുന്ന സഹോദരിയെ കർത്താവ് ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമാക്കി. തിരുവല്ലയില് ഇടിമിന്നലേറ്റ ഒരു വ്യക്തി, തിരുവല്ലയില് ഇടിമിന്നലേറ്റിട്ട് പരിക്ക് പറ്റിയ ഒരാള് തിരുവല്ലയിൽ നിന്ന് ആരാധനയ്ക്ക് വന്നു. അവിടെ വെച്ച് പൂർണ്ണ സൗഖ്യമായി. സപ്ലൈ വന്നോണ്ടിരിക്കുക. പിടിച്ചെടുത്തോണം. സപ്ലൈ ഇവിടെ ഉണ്ട്, യേശു ഇവിടെ ഉണ്ട്. And the spirit of Christ being poured abundantly. അതുപോലെ ഒന്നും ക്ലിയർ ആകുന്നില്ല. ഹൈദരാബാദ്, കൊല്ലം, ചാത്തന്നൂര്, വണ്ണപ്പുറം, കോതമംഗലം, ചെങ്ങന്നൂര് മുഴുവൻ സ്ഥലങ്ങളിൽ നിന്ന് അതുകൊണ്ട് നമ്മൾ പറയുന്നേ, എല്ലായിടത്തും വല്ലപ്പോഴുമല്ല. ഈ സപ്ലൈ 24 മണിക്കൂറും 365 ദിവസമുള്ള സപ്ലൈയാ. ആ സപ്ലൈയുടെ പേരൊന്ന് ഓർച്ചു വിളിക്കാവോ? യേശുനാം, യേശുനാം, യേശുനാം,
ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന് ഭാര്യ പറയുമ്പോൾ ഭർത്താവ് പറയണം, മിണ്ടിപ്പോരുത്, വന്നോണ്ടിരിക്കുക. ഭർത്താവ് പറയും, എടി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഒരു ഗുണമില്ല. ഭാര്യ പറയണം, ഈ കാര്യത്തിൽ മിണ്ടാതിരിക്കണം, വന്നോണ്ടേയിരിക്കുക. ഇതേ കണ്ടില്ലേ, ഇവിടെ വരെ വന്നിട്ടുണ്ട്. അതെ, കോട്ടയം ടൗണിൽ എത്തിയിട്ടുണ്ട്. ആ ശാസ്ത്രി റോഡ് ഇറങ്ങിയിട്ടുണ്ട്. വന്നോണ്ടിരിക്കുക. നിങ്ങൾക്കാണോ? എനിക്കറിയാം, വന്നോണ്ടിരിക്കുക, വന്നു കഴിഞ്ഞിരിക്കുക. യേശുവിന്റെ നാമം, എല്ലാവരും ചേർന്ന് അതെ, കോഴഞ്ചേരിയിൽ തളർന്നു വന്ന ആളത് ആ ടെന്റ് വഴിയൊക്കെ നടക്കുവാന്ന് തോമസുട്ടി ബ്രദർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ശ്രദ്ധിക്കുക. ഈ സൗഖ്യങ്ങളുടെ എല്ലാം നിങ്ങൾ പടം എടുക്കണം, ഫോട്ടോ എങ്കിലും. നല്ല ഫോണിൽ നിങ്ങളുടെ സപ്ലൈ നല്ല ഫോണാണല്ലോ, ആ പഴയതൊക്കെ തൂറോട്ട് കളയാൻ സപ്ലൈ ചോദിക്കാർത്താവിനോട്. ഐഫോൺ വേണമെങ്കിൽ ഐഫോൺ എന്നാ വേണം ചോദിച്ചോ, ഏതായാലും ചോദിക്കുക. ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. കാര്യം വീഡിയോ അല്ല, ഫോട്ടോ എടുത്തിട്ട് ആ സാക്ഷ്യം എന്താണെന്ന് റെക്കോർഡ് ചെയ്യണം. ഇന്നത്തെ ഇതൊരു പുതിയ എപ്പിസോഡായിട്ട് വരാൻ പോവാന്നാ പറഞ്ഞേ. ഓ, ഇതായിരുന്നോ പറഞ്ഞേ? ഓ, ഇപ്പോഴൊരു സമാധാനമായത്. ഹല്ലേലൂയ. അടുത്തിരിക്കാനോട് പറഞ്ഞ് ഏതായാലും ചോദിക്കുക, വാ വിസ്താരത്തിൽ ഒന്ന് തുറന്ന് ചോദ്യം. അറിയോ വാ വിസ്താരത്തിൽ ചോദിക്കുന്നേ? ഞാൻ കോട്ടയം പട്ടണത്തിൽ തകർന്ന്, ഒരു രക്ഷയില്ല, തകർന്ന് തരിപ്പണ നിൽക്കുമ്പോൾ ഞാൻ പറയും, കർത്താവ് ലോക രാജ്യങ്ങളിൽ കട്ടിലേ കിടക്കുക. ചോദിക്കുന്നത് എന്താണെന്നറിയോ? കേൾക്കുന്നവർ പറയും, ഇത് അധികപ്പറ്റാ, ഇന്നൊരു അഹങ്കാരമാ, കട്ടിലിൽ നിന്ന് എണീക്കാനല്ല പ്രാർത്ഥിക്കുന്നത്, ലോകരാജ്യങ്ങളെ പോകാൻ. എടാ ഉവ്വേ, ചോദിക്കുകയല്ലേ? കുറച്ച് വാ തുറന്ന് ചോദിച്ചാൽ ലോകമെമ്പാടും പോണെങ്കിൽ എഴുന്നേക്കണമല്ലോ. ലോകമെമ്പാടും പോകണമെങ്കിൽ ആദ്യമേ സൗഖ്യമാകണ്ടേ? ലോകമെമ്പാടും പോകണമെങ്കിൽ എൻ്റെ സാമ്പത്തിക വിഷയം ശരിയാകണ്ടേ? ബുദ്ധിമാൻ വാ തുറന്ന് ചോദിക്കുക. ഞാൻ കർത്താവിനോട് പറയുന്ന, കർത്താവ് തരാനുള്ളതല്ല ഇപ്പം തരണം. റോൾസ് റോയ്സ് തരാനാണ് ഇപ്പം തരണം, അല്ലേ? 80 വയസ്സാകുമ്പം പല്ലെല്ലാം പോയി തരാനുള്ളതല്ല ഇപ്പം. ഇങ്ങനത്തെ പ്ലെയിനൊക്കെ ഉണ്ടതേ ഇപ്പം സപ്ലൈ വന്നുകൊണ്ടിരിക്കുക. വിശ്വസിക്കാവോ? കർത്താവിനോട് പറഞ്ഞു, തരാനുള്ളതല്ല ഇപ്പം ഇപ്പം ഇപ്പം. ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും ഇപ്പം വേണം. അഭിഷേകം ഇപ്പം വേണം. ഇപ്പം വേണം മരിച്ചവരെ ഉയർത്തെഴുന്നേക്കാൻ. ഇപ്പം വേണം മുടന്നിനെ ചാടി എണപ്പിക്കാൻ. ഇപ്പം വേണം നിഴലടിച്ച സൗഖ്യമാകാൻ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിച്ച് പറയുന്നവർ ഇപ്പോൾ തന്നെ let it be accelerated. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം വർദ്ധിച്ച് പിടിച്ചെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പറയാതിരിക്കാൻ പറ്റത്തില്ല. ക്ഷണത്തിൽ എന്ന് തങ്കുവെറുതെ പറഞ്ഞില്ലേ? ക്ഷണത്തിൽ എന്ന് പറഞ്ഞില്ലേ ഇപ്പം വരുമെന്ന്? ക്ഷണത്തിൽ. ദുബൈയിൽ ഒരു സഹോദരൻ ജോലി ഇല്ലാതിരിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു കമ്പനിയിൽ നിന്ന് കോള് പറയുക, അപ്പോയിന്റ്മെന്റ്. ആ കാറ്റ് കണ്ട് പടകിയിരുന്നത് കാറിയത് മിച്ചം. നടന്നു വന്നത് ഭൂതമല്ലായിരുന്നു, യേശുവാണ്. അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം
ഇത് യേശുവാന്ന് കാണാൻ പറ്റില്ല. യേശു തന്നെയായിരുന്നെന്ന്. ഇപ്പോഴും യേശു തന്നെയാണ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, യേശു പടകിൽ കയറി പെട്ടെന്ന് അവർ കരകെത്തി. അതാ ഇന്ന് നടന്നേ, അതാ നടക്കുന്നേ. ഇന്ന് പകൽ യേശുവിനെ പോലെ തന്നെ ഒന്ന് കണ്ടേ. അവൻ എൻ്റെ സകല ആവശ്യങ്ങളും നിവർത്തിക്കാൻ, എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ ധനത്തിന് തക്കവണ്ണം. ഹല്ലേലൂയ. യേശുനാം 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 की जय. യേശുനാം 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 की जय. യേശുനാം യേശുനാം. കട്ടപ്പനയില് എവിടെയല്ല, ജില്ല മാറി. കട്ടപ്പനയിൽ ഒരു സഹോദരി 15 വർഷമായി നടുവിന്റെ കണ്ണി അകന്ന്, കാലുകൾക്ക് നീരായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പ്രാർത്ഥിച്ചു. തീർന്ന ഉടനെ പ്രാർത്ഥിച്ചതല്ല, സപ്ലൈ വന്നപ്പോൾ കണ്ണി അടുത്തു, കാലിന് നീര് മാറി, ഓടി. കണ്ണി അടുത്തു, നീര് മാറി, ഓടി സ്റ്റേജിലേക്ക്. ഹല്ലേലൂയ. അവൻ തുള്ളിയും ചാടിയും ദൈവത്തിന് മഹത്വം കൊടുത്ത് അപ്പോസ്തലന്മാരുടെ കൂടെ ഡാൻസ് ചെയ്തു. ഹല്ലേലൂയ. യേശുനാം 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 की जय. യേശുനാം 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 की जय. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് കരങ്ങളിൽ നിന്ന് ഉയർത്തി നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അവന്റെ യാഗത്തിനായി മരിച്ചുയർത്തെഴുന്നേറ്റവനായി. ഓ ഹീസ് ഇനഫ്. എൻ്റെ യേശു മാത്രം മതി. ഹല്ലേലൂയ. എൻ്റെ രക്ഷകനായ ദൈവമേ, നീ അല്ലാതെല്ലാവരും എൻ്റെ യേശു മാത്രം മതി. എനിക്കേതും നേരത്തും എൻ്റെ രക്ഷകനായ എൻ്റെ ദൈവമേ, നീ അല്ലാതെല്ലാവരും എൻ്റെ യേശു മാത്രം മതി. എനിക്കേതും നേരത്തും. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ള മഹാശക്തിക്കായി, ഞങ്ങൾക്ക് വേണ്ടി പകർന്നിരിക്കുന്ന അവിടുത്തെ മുഴുവൻ അനുഗ്രഹത്തിനായി, പകർന്നു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് കേട്ട വചനത്തെ കേരളമെങ്ങും ലോകമെങ്ങും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. വചനം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ സപ്ലൈ, അങ്ങയുടെ വിടുതലിൻ്റെ സപ്ലൈ, അങ്ങയുടെ കൃപയുടെ കർത്താവ് അയച്ച അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയുള്ളതിനായി സ്തോത്രം. കർത്താവെ, തങ്കുബ്രതനായി സ്തോത്രം. നിന്റെ മകനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചതിനായി നന്ദി. വീണ്ടും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, സ്വർഗീയ വിരുന്നിൽ മാത്രമല്ല ലോകം എങ്ങും അനേകർക്കൊരു അത്ഭുതമായി അനേക ദേശങ്ങളിൽ വെളിച്ചം കൊടുക്കാൻ നിന്റെ ദാസനെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അനുശുശ്രൂഷക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഈ സഹോദരങ്ങളെല്ലാം തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലുള്ള സഭകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സഭകളെല്ലാം ഒന്ന് അനുഗ്രഹിച്ചേ. കോട്ടയത്ത് നിന്ന് കോലഞ്ചേരിയും കോഴഞ്ചേരിയും കൊച്ചിയും കറുകച്ചാലിനെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
അപ്പോൾ തന്നെ എല്ലാ സഭകളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് അനുഗ്രഹിച്ച്, അടുത്തടുത്ത് നിൽക്കുന്നവരെ ഒന്ന് അനുഗ്രഹിച്ച്, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകളാലും നിറയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.